ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മകളെ, നമ്മുടെ കഴിഞ്ഞ ഒരു കോൺസെപ്റ്റ് വീഡിയോ ഡിവിസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. വളരെയേറെ നല്ല റെസ്പോൺസ് കിട്ടി. തുടക്കമായ ചാനൽ ആണെങ്കിൽ പോലും നല്ല വ്യൂസ് കിട്ടി. വളരെ സന്തോഷം. എന്നിരുന്നാലും നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. നമുക്ക് ആ കോൺസെപ്റ്റുകൾ ഡെവലപ്പ് ചെയ്ത് പരീക്ഷയ്ക്ക് ഇതിനു മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏത് എന്ന് പഠിച്ചുകൊണ്ട് ഇനി വരാനിരിക്കുന്നതായ ചോദ്യങ്ങളെ ഫേസ് ചെയ്യാൻ തയ്യാറെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ല കിടിലനായിട്ടുള്ള ചോദ്യങ്ങളും കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. ചോദ്യങ്ങൾ ഒന്നൊന്നായിട്ട് നോക്കാം. വളരെ സാവധാനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകാം. ഓരോ കാര്യങ്ങളും പറഞ്ഞ് മുമ്പോട്ടേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം നോക്കേ. ഇഫ് 1x 2y 6z, മക്കളെ ഇതൊരു നമ്പറാണ്. ഈ ബ്രാക്കറ്റിനകത്ത് ഇത് തന്നിരിക്കുന്നത് ഇതൊരു നമ്പറാണ്. ഈ തന്നിരിക്കുന്നതായ നമ്പർ എന്ന് പറയുന്ന ആളിൽ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന സ്ഥാനങ്ങൾ കാണാനുണ്ട്. ആ സ്ഥാനങ്ങളിലുള്ളതായ ഡിജിറ്റുകൾ അവരവിടെ തന്നിട്ടില്ല. ഇനി എന്താന്ന് നോക്കേ. ഇറ്റ് ഈസ് എ നമ്പർ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 9. അപ്പൊ നമ്മൾ എന്തോർക്കണം? തന്നിരിക്കുന്നതായ സംഖ്യ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ 9ന്റെ ഡിവിസിബിലിറ്റി നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കാൻ പഠിച്ചത്? സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു മൾട്ടിപ്പിൾ ഓഫ് 9 ആയിരിക്കണം. ഓക്കെ ആണോ? സം ഓഫ് ഡിജിറ്റ്സ് ഒരു മൾട്ടിപ്പിൾ ഓഫ് 9 ആയിരിക്കണം. ശരി, ഇനി എന്താ അവർ ചോദിക്കുന്നത്? ദെൻ ദ ലീസ്റ്റ് വാല്യൂ ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. ഓക്കെ ആണോ മക്കളെ? നമുക്കറിയാവുന്ന സം ഓഫ് ഡിജിറ്റ്സ് എടുത്ത് അങ്ങോട്ട് ഇട്ടുകൊടടാ. എന്താ കിട്ടുന്നതെന്ന് അറിയാലോ. ഇവിടെ ഇപ്പോ 1x, അപ്പൊ എങ്ങനെ എഴുതണം? 1 പ്ലസ് എക്സ് പ്ലസ്, ഇനി അവിടെ ആരുള്ള 2 ഉണ്ട്, 2 പ്ലസ്, ഇനി ആരുണ്ട്? y ഉണ്ട്, y പ്ലസ്, ഇനി ആരുണ്ട്? 6 ഉണ്ട്, 6 പ്ലസ് ഇസഡ്. മക്കളെ, ഇതിന്റെ വാല്യൂ നമുക്കിനി ആര് ലഭിക്കണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്? ഒരു മൾട്ടിപ്പിൾ ഓഫ് 9 ലഭിക്കണം. നമ്പറുകളായവന്മാരെ മുഴുവനായി കൂട്ട്. 1 2 6 കൂട്ടുമ്പോ എത്ര വരും ഇവിടെ? 9 പ്ലസ് അവശേഷിക്കുന്നവ അങ്ങോട്ട് മാറ്റി എഴുതുക. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. ഇപ്പോ 9 പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ആയില്ലേ? ഇതിനി ആര് വരണം? ചോദ്യം പ്രകാരം ഒരു മൾട്ടിപ്പിൾ ഓഫ് 9 വരണം. ശരിയാണോ? ഇങ്ങനെ മൾട്ടിപ്പിൾ ഓഫ് 9 വരണമെങ്കിൽ ഇവന് സാധ്യമായിട്ടുള്ള ലീസ്റ്റ് ആയ വില എന്ത്? ആർക്ക്? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡിന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും വരിക? മക്കളെ, 9 എന്ന് പറയുന്നത് ഓൾറെഡി ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9. ശരിയല്ലേ? 9 തന്നെ ഒരു ഗുണിതമാ. പട്ടിക ചൊല്ലുമ്പോൾ 9 ഗുണം 1 9 അല്ലേ? ഇനി അവിടെ അവശേഷിക്കുന്നതായ ആളാണ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. ഇവന്റെ വില 0 എന്ന് വിചാരിക്കുക. അപ്പൊ 9 പ്ലസ് 0 എത്ര വരും ഇവിടെ? സ്റ്റിൽ ഇറ്റ് ഈസ് 9. 9 എന്ന് പറയുന്നത് 9ന്റെ തന്നെ ഒരു ഗുണിതമായത് കൊണ്ട് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡിന് സാധ്യമാകുന്ന മിനിമൽ ആയ വിലയെന്ന് പറയുന്നത് 0 എന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. മക്കളെ, സം ഓഫ് ഡിജിറ്റ്സുകൾ നോക്കുക. അതാണ് ഈ ചോദ്യം. എന്താണ്? ഡിവിസിബിലിറ്റി ഓഫ് 9 എന്ന് പറയുമ്പോഴേ നമ്മൾ ആരുടെ കാര്യം ആലോചിച്ചോണം? സം ഓഫ് ഡിജിറ്റ്സ് എന്നതിന്റെ കാര്യം ആലോചിച്ചു കൊള്ളണം. ഓക്കെ ആണോ? കാര്യം പിടികിട്ടി. കിടിലൻ ചോദ്യമാണ്, പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. ഇനി നമുക്ക് പോകേണ്ടത് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിനകത്താ. ചോദ്യം ഒന്ന് വായിച്ചേടാ. ഈ ചോദ്യം ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടി എന്താണ് എളുപ്പമുള്ളതായ ഒരു സാധനമാണ്. എന്താണ് എന്ന് ചോദിച്ചാൽ വൺസ് പ്ലേസ് എന്ന് പറയുന്നത് പറഞ്ഞുകൊണ്ട് അതിലൂടെ കണക്ട് ചെയ്യും ഡിവിസിബിലിറ്റിയെ, എന്നിട്ട് റിമൈൻഡർ എന്നതായ ഒരാളിലേക്ക് എത്തുകയാണ്. അപ്പൊ ഡിവിസിബിലിറ്റി എന്ന് പറയുന്നതിലൂടെ റിമൈൻഡർ ആകാൻ സാധ്യതയുള്ളത് ആര് എന്നൊക്കെയാണ് ഈ ചോദ്യത്തിനകത്ത് പറയുന്നത്. ഇനി എന്താന്ന് നോക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ വൺസ് ഡിജിറ്റ് ഓഫ് എ നമ്പർ? അതായത് എന്റെ കയ്യിൽ ഒരു നമ്പർ ഉണ്ട്. ഐ എം ഹാവിങ് എ നമ്പർ വിത്ത് മീ. ശരിയല്ലേ? ഈ നമ്പറിനെ എന്ത് ചെയ്യുക? 5 കൊണ്ട് വെൻ ഡിവൈഡഡ് ബൈ 5. കണ്ട, 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എത്ര കൊണ്ടാ ഡിവൈഡ് ചെയ്തേ? 5 കൊണ്ട്. ഇനി എന്താ പറയുന്നത്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എന്റെ റിമൈൻഡർ എന്ന് പറയുന്നത് ആരായി എന്നാ പറയുന്നത്? റിമൈൻഡർ എന്ന് പറയുന്നത് 3 ആയി. എങ്കിൽ അവർ ചോദിക്കുന്നത് എന്താ? താഴെ തന്നിരിക്കുന്നതായതിൽ ആ ഓപ്ഷനുകൾ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതായതിൽ എന്റെ കയ്യിലിരിക്കുന്ന നമ്പറിന്റെ വൺസ് ഡിജിറ്റ് ആകാൻ സാധ്യതയുള്ളത് ആര് എന്നാ ചോദിക്കുന്നത്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. വളരെ നിസ്സാരമായ ഒരു ചോദ്യമാണ്. എങ്ങനെ ചെയ്യാടാ? അപ്പോ ഇത് 5ന്റെ ഒരു പ്രത്യേകത എന്ന വണ്ണം നമുക്ക് കാര്യങ്ങള് പറയാം. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, വെൻ നമ്മള് മൾട്ടിപ്പിൾസ് ഓഫ് 5 നോക്കുന്നു, അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് 5 അല്ലെ, വേണ്ട അങ്ങനെയും പറയണമെന്നില്ല. ഏതോ ഒരു നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. മൾട്ടിപ്പിൾസ് ഓഫ് 5 ആകണം ആ നമ്പർ എന്ന് നിർബന്ധമില്ല. അവന്റെ യൂണിറ്റ് പ്ലേസ് ഏതാ പറഞ്ഞേ? യൂണിറ്റ് പ്ലേസിൽ കിടക്കുന്നതായ സംഖ്യ എന്ന് പറയുന്നത്, ദാണ്ടെ ഒന്നാമത്തെ ഒരു കാര്യം പറയുക.
യൂണിറ്റ് പ്ലേസിൽ കിടക്കുന്നതായ സംഖ്യ ലെസ് ദാൻ 5 ആണെങ്കിൽ, ഈ പ്രോപ്പർട്ടി പഠിക്കണം കേട്ടോ, ലെസ് ദാൻ 5 ആണെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? വെൻ ഡിവൈഡഡ് വിത്ത് 5, റിമൈൻഡർ എന്ന് പറയുന്നത് ആരാകൂടെ? റിമൈൻഡർ എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെ ആയിരിക്കും. എന്താ? യൂണിറ്റ് പ്ലേസ് ഇറ്റ് സെൽഫ്. കണ്ട, യൂണിറ്റ് പ്ലേസ് ഓഫ് ദ ഗിവൺ നമ്പർ ഇറ്റ് സെൽഫ്. തന്നിരിക്കുന്നതായ സംഖ്യ ഏതാണോ അവന്റെ യൂണിറ്റ് സ്ഥാനത്ത് ആരാണോ ഉള്ളത് ആ സംഖ്യ തന്നെ ആയിരിക്കും അവിടെ റിമൈൻഡർ ആയി വരിക. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാനിപ്പോ പറയാ 143 എന്ന് പറയുന്ന ഒരു സംഖ്യ ഡിവൈഡഡ് വിത്ത് 5. അപ്പൊ എന്റെ ചോദ്യം, റിമൈൻഡർ എന്തു വരും? മക്കളെ, ഡിവൈഡഡ് വിത്ത് 5 5നേക്കാൾ താഴെയുള്ള വൺസ് പ്ലേസ് ആണ് ഇവിടെ ഉള്ളത് എന്നാണെങ്കിൽ റിമൈൻഡർ 3 എന്ന് തന്നെ വരും. ആ വൺസ് പ്ലേസിലുള്ള സംഖ്യ ആരാണോ അത് തന്നെ അവിടെ വരും. ഡൗട്ട് ഇല്ല, കാര്യം പിടികിട്ടിയോ? ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറയുന്നത്? യൂണിറ്റ് പ്ലേസിൽ കിടക്കുന്ന സംഖ്യ ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയാം? R is equal to എന്ത് ചെയ്യണം? യൂണിറ്റ് പ്ലേസിലുള്ളതായ സംഖ്യ ആരാണ് അവനെ 5ൽ നിന്ന് കുറയ്ക്കുക. ഇറ്റ് ഈസ് എന്താണ്? സബ്സ്ട്രാക്റ്റഡ് വിത്ത് 5. യൂണിറ്റ് പ്ലേസിലുള്ളതായ സംഖ്യ എന്ത് ചെയ്തു? അതിൽ നിന്ന് 5 കുറച്ചു. ഇനി ഉദാഹരണം പറയട്ടെ. ഇപ്പോ ഞാൻ പറയുകയാണ്, എന്റെ കയ്യിലിരിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് ഒരു 378 ആണ് എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു 577 ആണെന്നിരിക്കട്ടെ. ഓക്കെ ആണോ? ഇവിടെയൊക്കെ റിമൈൻഡർ എന്ത് വരും? വെൻ ഡിവൈഡഡ് വിത്ത് 5 378 ആണെങ്കിൽ അവിടെ 5ന് ശേഷം 8ലേക്ക് എത്താൻ എത്രന്റെ കൂടുതലുണ്ട്? 3ന്റെ കൂടുതലുണ്ട്. അപ്പൊ റിമൈൻഡർ എന്താവും? 8 - 5, അതായത് റിമൈൻഡർ 3 വരും. ഇവിടെ എന്താ സംഭവിക്കുക? ഡിവൈഡ് ചെയ്യുമ്പോൾ 570 കഴിച്ച് 7നകത്ത് ഒരു 5 ഉണ്ട്, ബാലൻസ് എത്ര ഉണ്ട് എന്ന് ചിന്തിച്ചാലും മതിയടാ. അവിടെ റിമൈൻഡർ 2 വരും. കണ്ടോ? അപ്പോ ഇതാണ് 5ന്റെ പ്രത്യേകത. ആയതുകൊണ്ട് തന്നെ നമ്മളുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കണം, ഇവിടെ യൂണിറ്റ് സ്ഥാനം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 വരണമെങ്കിൽ 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്നുകിൽ 3 അല്ലെങ്കിൽ ആര് വരും? 8. ഓക്കെ ആണോ? ഈ ഒരു രീതിയിൽ ചിന്തിച്ചു നോക്കിയാൽ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. അവര് പോയിന്റ് പിടികിട്ടിയോ? അവര് രീതി പിടികിട്ടിയോ? അവര് കണ്ടന്റ് പിടികിട്ടിയോ? ചിന്തിക്കാൻ അറിയണം. ചിന്തിച്ചാൽ മാത്രം പോരാ, ചിന്തിക്കുന്നത് ഏറ്റവും കുറഞ്ഞ സമയത്ത് കൊണ്ട് എഴുതുവാനും അറിയണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മൈൻഡിൽ ഇരുന്നാൽ മതി. പക്ഷേ ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് വളരെ നിസ്സാരമായ സമയം കൊണ്ട് എന്ത് ചെയ്യണം? ഏറ്റവും കുറഞ്ഞ കാര്യങ്ങൾ എഴുതിക്കൊണ്ട് ഉത്തരത്തിലേക്ക് എത്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? കണ്ടന്റ് പിടികിട്ടിയോ? കോൺസെപ്റ്റ് പിടികിട്ടിയോ? എന്നാൽ ഇതിനേക്കാൾ കിടിലനായിട്ടുള്ള അടുത്ത ചോദ്യത്തിനകത്തേക്ക് പോവാം. മക്കളെ, ചോദ്യം എന്താടാ? ചോദ്യം എന്ന് പറയുന്നത് വാട്ട് സ്മോളസ്റ്റ് നമ്പർ ഷുഡ് ബി സബ്സ്ട്രാക്റ്റഡ്. ഇതൊരു ഇമ്പോർട്ടന്റ് വേർഡാ, കീവേഡുകളാണ് ഇതൊക്കെ. സബ്സ്ട്രാക്റ്റഡ് ഫ്രം 9805 സോ ദാറ്റ് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 8. അതായത് അവർ പറയുന്നത് ഇത്രയേ ഉള്ളൂ, എന്റെ കയ്യിൽ ഒരു സംഖ്യയുണ്ട്, ഐ എം ഹാവിങ് എ നമ്പർ. ഓക്കെ ആണോ? എന്റെ കയ്യിൽ ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിനെ ഞാൻ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്തു? 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ആ മനസ്സിലാക്കാനുള്ളതായ കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ഉൾക്കൊള്ളുന്നത്. ആ ക്വസ്റ്റ്യന്റെ തീം തന്നെ അതാണ്. എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഒരു 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു നമ്പറിന്റെ പ്രത്യേകത എന്താ? ഒന്നാമത്തെ കാര്യം, നമ്പർ ഈവൻ ആയിരിക്കും. ഇനി ആ നമ്പർ എന്ന് പറയുന്ന ആള് ഒന്നുകിൽ എൻസ് വിത്ത് 3 zeros 000, അല്ലെങ്കിലോ ഓർ എന്താ പറഞ്ഞത്? ലാസ്റ്റ് 3 ഡിജിറ്റ്സ്. 8ന്റെ ഡിവിസിബിലിറ്റി പഠിച്ചതാ, കാണാത്തവർ ആ വീഡിയോ കാണണം കേട്ടോ. ലാസ്റ്റ് 3 ഡിജിറ്റ്സ് എന്തായിരിക്കും? ഡിവിസിബിൾ ബൈ 8 ആയിരിക്കും. ഓക്കെ ആണോ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോ. 1 ഡിവിസിബിൾ ബൈ 8 ആണെങ്കിൽ നമ്പർ ഈവൻ ആയിരിക്കണം, അല്ലെങ്കിൽ ആ നമ്പറിന്റെ അവസാനം 3 സീറോകൾ ഉണ്ടാകണം. അല്ല എന്നാണെങ്കിൽ എന്താ പറഞ്ഞേ? ലാസ്റ്റ് 3 ഡിജിറ്റ്സ് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. നമ്പർ കൺഫേംഡ് ആയിട്ട് എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. ഈ ഒരു കാര്യം പിടികിട്ടിയല്ലോ. ഇനി ഇതിനോടൊപ്പം ഞാൻ കൂട്ടിച്ചേർക്കാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ലാസ്റ്റ് 3 ഡിജിറ്റ്സ് നിങ്ങൾ എടുക്കുന്നു. ആ ലാസ്റ്റ് 3 ഡിജിറ്റ്സ്, അതായത് ഇപ്പൊ നമ്പർ ചിലപ്പോൾ ഒരു 7 ഡിജിറ്റ് ഉള്ള, അല്ലെങ്കിൽ ഒരു 10 ഡിജിറ്റ് ഉള്ള, അല്ലെങ്കിൽ ഒരു 15 ഡിജിറ്റ് ഉള്ള നമ്പർ വേണമെങ്കിൽ ആയിക്കോട്ടെ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വെൻ ഡിവൈഡഡ് വിത്ത് 8 നിങ്ങൾക്ക് എന്ത് റിമൈൻഡർ ആണ് കിട്ടാൻ പോകുന്നത് എന്നറിയാൻ സിംപ്ലി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് 3 ഡിജിറ്റ് ഡിവൈഡഡ് ബൈ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ഡിവൈഡഡ് ബൈ 8 അങ്ങ് എടുത്താൽ മതി. ഓക്കെ ആണോ? ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ഡിവൈഡഡ് ബൈ 8 എടുത്താൽ മതി. ഇതാണ് ആ കോൺസെപ്റ്റ്.
ഓക്കെ ആണോ? റിമൈൻഡർ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്നറിയാൻ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ഡിവൈഡഡ് ബൈ 8 എടുത്താൽ മതി. അപ്പോ നമുക്കിതൊന്ന് കൺഫേം ചെയ്യാം. ഈ ചോദ്യത്തിനകത്ത് 9805 എന്നാണ് ഉള്ളത്. ഇവനെ ഞാൻ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്തു? 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്റെ റിമൈൻഡർ എത്ര വരും ഇവിടെ? 98. അപ്പൊ ഇവിടെ ഒരു തവണ അടങ്ങും. ഒരു തവണ അടങ്ങും. അപ്പൊ എത്ര വന്നു? റിമൈൻഡർ 1 വന്നു. അപ്പൊ 18. 8നകത്ത് 2 തവണ 16ന്റെ ബാലൻസ് എത്ര വന്നു? 2 വന്നു. അപ്പൊ 20 ആകുമ്പോൾ 8 2 16, 16ന്റെ ബാലൻസ് 4 വരും. 45 അവസാനിക്കും. 8 5 40. ബാലൻസ് എത്രയാ വന്നേ? റിമൈൻഡർ എന്ന് പറയുന്നത് 5. നിങ്ങൾ സാധാരണ നിങ്ങൾക്ക് അറിയാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഡിവൈഡ് ചെയ്യും. ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ഫോളോ ചെയ്യാൻ, ഡിവൈഡ് ചെയ്യാൻ അറിയാവുന്ന ആളുകൾ തന്നെയല്ലേ. ഞാനിവിടെ കോഷ്യന്റ് നോക്കുന്നില്ല, ജസ്റ്റ് റിമൈൻഡർ എന്താണെന്ന് അറിയാൻ വെട്ടി ബാലൻസ് വരുന്നത് എന്തെന്ന് നോക്കി പോവാം. ശരിയല്ലേ? ഇവിടെ റിമൈൻഡർ വന്നത് എത്രയാ? 5 എന്നാണ് മൊത്തത്തിൽ ആ ഒരു നമ്പറിനെ എടുത്തപ്പോ. ഇനി ഇവിടുത്തെ ലാസ്റ്റ് 3 ഡിജിറ്റ്സിനെ എടുത്തേ. 805 ഡിവൈഡഡ് ബൈ 8. ഇങ്ങനെ ചെയ്യുമ്പോഴും നിങ്ങളുടെ റിമൈൻഡർ എത്ര തന്നെ ആയിരിക്കും വരിക? 5 ഇറ്റ്സെൽഫ്. 2 രീതിയിൽ ചെയ്താലും റിമൈൻഡർ 1. അതിനർത്ഥം എന്താ? ഒരു വലിയ നമ്പർ ആണ് തന്നിരിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് റിമൈൻഡർ എത്ര വരും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ന് അറിയാൻ ലാസ്റ്റ് 3 ഡിജിറ്റ്സിനെ അങ്ങ് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. റിമൈൻഡർ എന്താണെന്ന് പിടികിട്ടും. ആ ഒരു കോൺസെപ്റ്റ് കിട്ടിയോ? ഇനി എന്താണ് ചോദ്യം പറയുന്നതെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഒരു കോൺസെപ്റ്റ് കൂടി നമ്മൾ അറിയണം. അതായത് ഞാനിപ്പോ പറയാ, എന്റെ കയ്യിൽ ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിനെ ഞാൻ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എന്റെ റിമൈൻഡർ ആര് വരുമായിരിക്കും? 0 മുതൽ എവിടെ വരെ വരാൻ സാധ്യതയുണ്ട്? 8ന് 1 താഴെ 7 വരെ വരാൻ സാധ്യതയുണ്ട്. അറിയാലോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ റിമൈൻഡർ ഇപ്പൊ 7 വന്നു എന്നിരിക്കട്ടെ. ഓക്കെ ആണോ? 7 വന്നു എന്നിരിക്കട്ടെ. ഇപ്പോ ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എന്റെ കയ്യിൽ എന്ത് വന്നു? 7 വന്നു. നിങ്ങളുടെ അടുത്ത് 2 രീതിയിൽ ചോദ്യം ചോദിക്കും. ഒന്ന്, ആഡ് ചെയ്യപ്പെടേണ്ടതായത് ആര് എന്നൊരു ചോദ്യം വരും. അതുപോലെ നിങ്ങളുടെ അടുത്ത് ചോദിക്കും സബ്ട്രാക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആൾ ആരാണ് എന്നൊരു ചോദ്യം ചോദിക്കും. ഇങ്ങനെ 2 ചോദ്യങ്ങൾ വരും. ഈ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതണമെങ്കിൽ ഞാൻ ഈ പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾ അറിയണം. ഒന്നാമത്തെ കാര്യം, ഇവിടെ സബ്ട്രാക്ട് ആണ് ചെയ്യേണ്ടതെങ്കിൽ റിമൈൻഡർ പൂർണ്ണമായിട്ടും 0 ആകണമെങ്കിൽ 7 ഇവിടെ എന്തായി മാറണം? ഇല്ലാതായി മാറണം. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ എക്സിൽ നിന്ന് 7 കുറച്ചാ മതി. കണ്ട, ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ന് പറയുന്നത് 0 ആകണം എന്നാണെങ്കിൽ 7 പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യണം. 7 പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യേണ്ടത് എങ്ങനെയാ? സബ്ട്രാക്ട് ചെയ്തുകൊണ്ടാണ് 7നെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യേണ്ടത്. സബ്ട്രാക്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാ? എക്സ് ആകുന്ന ഡിവിഡൻഡിൽ നിന്ന് 7 കുറയ്ക്കണം. ശരിയാണോ? ഇനി അഡിഷൻ ആണ് അവിടെ സംഭവിക്കുന്നതെങ്കിൽ കാര്യം ഒന്നുകൂടി തിരിയും. അഡിഷൻ ആണെങ്കിൽ ഈ 7ന്റെ കൂടെ എത്ര കൂട്ടിയാൽ, ശ്രദ്ധിച്ചോണേ, 7 ആകുന്ന സംഖ്യയോടൊപ്പം എത്ര കൂട്ടിയാൽ 8 ആകണം. കണ്ടോ? അഡിഷൻ ആണെങ്കിൽ 8 ആക്കാൻ എത്രയിന്റെ കുറവുണ്ട്? അപ്പൊ എന്താ പറഞ്ഞ? എക്സിന്റെ കൂടെ 1 കൂട്ടേണ്ടി വരും. കണ്ടോ? എക്സിന്റെ കൂടെ 1 കൂട്ടേണ്ടി വരും. 8 ആകാൻ റിമൈൻഡറിൽ 1ന്റെ കുറവ്. ഈ ഒരു കോൺസെപ്റ്റ്, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞാൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇനി ടപ്പേന്ന് പറയാം. എന്താണ് കാര്യം നോക്കേ. ഇവിടെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. റിമൈൻഡർ എന്തോ വരുന്നുണ്ട് എങ്കിൽ അവിടെ എന്താണ് കുറയ്ക്കേണ്ടതെന്നാ ചോദിക്കുന്നത്. അപ്പൊ റിമൈൻഡർ എത്ര വരുമെന്നറിയാൻ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ആരുടെ? 805. കണ്ടോ? 9805 805 എടുത്തു. ഞാൻ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു 8 കൊണ്ട്. റിമൈൻഡർ എത്ര വരുമായിരിക്കും? കാണുമ്പോൾ തന്നെ അറിയാം റിമൈൻഡർ എത്രയായിരിക്കും വരുന്നത്? 5 തന്നെയാണ് വരുന്നത്. ഡൗട്ട് ഉണ്ടോ? റിമൈൻഡർ 5. അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഇവിടെ സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പൊ റിമൈൻഡർ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഈ 5 എന്ന് പറയുന്നതായിരിക്കണം ഡിവിഡൻഡിൽ നിന്ന് കുറയ്ക്കേണ്ടത്. അതായത് 9805 നിന്ന് ഈ റിമൈൻഡർ വന്ന 5 മാറണം. അപ്പൊ എന്റെ കയ്യിലേക്ക് ലഭിക്കുന്നതായ സംഖ്യ എന്ന് പറയുന്നത് 9800. അയാളുടെ ഏത് സംഖ്യ അവിടെ കുറച്ചത്? റിമൈൻഡർ ആകുന്ന 5 ആണ് കുറച്ചത്. അതുകൊണ്ട് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. കണ്ടോ? ഈ ഒരു കോൺസെപ്റ്റ് വളരെ വ്യക്തമായിട്ട് തലയിലേക്ക് കയറ്റിയാലേ ഈ ചോദ്യത്തിന്റെ ഉത്തരം കയ്യിലോട്ടിരിക്കും. കാര്യം പിടികിട്ടിയോ? അടുത്ത ചോദ്യം നോക്കാം. ഇതിനേക്കാളും കിടിലനായിട്ടുള്ള അടുത്ത ചോദ്യം നോക്കേടാ. എന്താ ചോദ്യം ഒന്ന് നോക്കേ. ചോദ്യം 5 6 7 8, അത് കഴിഞ്ഞൊരു എക്സ്, 4 3 2 6 7 വൈ. ഈ നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 72 ആണ്. ഓക്കെ ആണോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഹയർ വാല്യൂസ് ഒക്കെയാണ് ഡിവിസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം 72നെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന്? 9 ഗുണം 8 എന്ന് എഴുതാമെന്ന് മനസ്സിലാക്കണം. ഇനി നമ്മൾ എന്ത് പറയണം? ഇതിനെ 9 ഗുണം 8 എന്ന് എഴുതാമല്ലോ.
അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? 72ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്നതിന് പകരം തന്നിരിക്കുന്ന സംഖ്യ 9 കൊണ്ടും പറ്റുമോ, 8 കൊണ്ടും പറ്റുമോ, രണ്ടുപേരെ കൊണ്ടും സാധ്യമാകുന്ന ഡിവിസിബിലിറ്റി ആണെങ്കിൽ 72 കൊണ്ട് ഓട്ടോമാറ്റിക്കലി സാധ്യമാകുന്ന കണ്ടീഷൻ ആയി മാറിക്കൊള്ളും എന്ന് ഓട്ടോമാറ്റിക്കലി ചിന്തിക്കാം. ഓക്കെ ആണോ? അപ്പോ ഈ ചോദ്യം 72ന്റെ ഡിവിസിബിലിറ്റി നോക്കുന്നതിന് വരെ 9ന്റെ 8ന്റെ നോക്കിയാൽ മതി. ഇനി ഇവിടുത്തെ ഒരു ചോദ്യം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ 9ന്റെ ഡിവിസിബിലിറ്റി നോക്കണം. നോക്കിക്കോണേ, ഡിവിസിബിൾ ബൈ 8 നോക്കണം, ഡിവിസിബിൾ ബൈ ആരെയും നോക്കണം? ഡിവിസിബിൾ ബൈ 9നെയും നോക്കണം. എന്റെ ചോദ്യം, ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഏറ്റവും ആദ്യം ഡിവിസിബിലിറ്റി ആരുടെ നോക്കിയാൽ എളുപ്പത്തിൽ ചോദ്യം സോൾവ് ആകും എന്നൊരു ചോദ്യമുണ്ട്. ഓക്കെ ആണോ? ഒന്ന് ആലോചിച്ച് നോക്കേ. ഞാൻ ഈ പറയുന്ന ഡിവിസിബിലിറ്റി ബൈ 9നെയാണ് ആദ്യം എടുക്കുന്നതെങ്കിൽ ഇവിടെ എക്സ് പ്ലസ് വൈ എന്നുള്ളത് സം ഓഫ് ഡിജിറ്റ്സിനകത്ത് കൺഫേംഡ് ആയിട്ടും കയറി കിടക്കും. അതായത് എക്സിനും വിലയില്ല, വൈക്കും വിലയില്ല. ശരിയല്ലേ? അതായത് പിന്നീട് ഞാൻ നേരെ 8നകത്തേക്ക് വരുമ്പോ എനിക്ക് അവിടെ നിന്ന് മനസ്സിലാകും ഞാൻ കാണിച്ചത് ഒരു വലിയ അബദ്ധമാണ്. കാരണം എന്താ? ഈ പറയുന്നതായ വൈ എന്ന് പറയുന്ന ആളിന്റെ വില കിട്ടാൻ അവസാന 3 ഡിജിറ്റുകളെ എടുത്താൽ സാധ്യമാകും. 8ന്റെ ഡിവിസിബിലിറ്റി പ്രകാരം ലാസ്റ്റ് 3 ഡിജിറ്റ്സ് എടുത്താൽ വൈയുടെ വില കിട്ടുമല്ലോ. ഈ വൈയുടെ വില അപ്ലൈ ചെയ്തുകൊണ്ട് പിന്നെയും ഞാൻ എങ്ങോട്ടേക്ക് തന്നെ മൂന്നാമത് തിരിച്ചു വരണം? ഡിവിസിബിലിറ്റി ഓഫ് 9ലേക്ക് തിരിച്ചു വരണം. അപ്പൊ ശരിക്കും ഒരു ഓർഡർ എന്താ? ഈ നമ്പർ കണ്ടുപിടിക്കേണ്ടതായ സ്ഥാനങ്ങൾ നോക്കണം. 8ന്റെ സ്ഥാനം ഇവിടെ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് വെച്ചാണ് നോക്കുന്നത്. അതുകൊണ്ട് അവിടെ എവിടെങ്കിലും നമ്പർ മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ ആദ്യം 8നെ വേണം എടുക്കാനെന്ന് സ്വാഭാവികമായിട്ടും ചിന്തിക്കണം. ശരി. അപ്പൊ നിലവിൽ ഇവിടെ തന്നിരിക്കുന്നതായ സംഖ്യ എത്രയാ? 670. അത് കഴിഞ്ഞിട്ട് വൈ എന്നാ കിടക്കുന്നത്. ശരിയല്ലേ? 6, 7 വൈ എന്നാ കിടക്കുന്നത്. തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം? വൈക്ക് പകരം വൈയുടെ സ്ഥാനത്ത് 0 ഇട്ടുകൊണ്ട് 8ന്റെ ഡിവിസിബിലിറ്റി നമുക്ക് അവിടെ ചെയ്ത് നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കാം. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ റിമൈൻഡർ ആര് വരും എന്നൊന്ന് പറഞ്ഞേടാ. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6, 7, 0. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആര് റിമൈൻഡർ വരും? 8 ഗുണം 8 ആണ് 64. 64ന്റെ ബാലൻസ് 30 ഉണ്ട്. അവിടെ 30 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8, 3, 24. 24ന്റെ ബാലൻസ് 6 അവിടെ റിമൈൻഡർ ആയിട്ട് വരും. ശരിയാണോ? ഇനി നിലവിൽ അവിടെ റിമൈൻഡർ ആയിട്ട് ആരാ ഉള്ളത്? 6 ആണുള്ളത്. ഇനി ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ആലോചിക്കുക. നിലവിൽ 670 താഴേക്കല്ല പോകണ്ടേ, 670നും 679നും ഇടയിലുള്ള ഏതോ ഒരു വിലയാണ് വൈക്ക് വരുന്നത്. ആ വിലയിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യണോ സബ്സ്ട്രാക്ട് ചെയ്യണോ? 670ന്റെ കൂടെ അവിടെ അഡീഷനാ ചെയ്യണ്ടേ. ആഡാണ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ പറഞ്ഞതായ കാര്യം ഓർക്കണം. റിമൈൻഡർ ആയിട്ട് വരുന്ന ആ ആള് ആരാണെന്ന് നോക്കുക. അവനോടൊപ്പം ആരെ കൂട്ടിയാലാണ് 8ലേക്ക് എത്തിക്കാൻ പറ്റുന്നത് നോക്കുക. എത്ര കൂട്ടിയാൽ മതി? 2 കൂട്ടിയാൽ 8 ആകും. ആ കൂട്ടേണ്ടതായ ആളിനെ 670ന്റെ കൂടെ കൂട്ടണം. ശരിയാണോ? സോ അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് ഈ 670നും 679നും ഇടയിലുള്ള ആ വില നമുക്ക് കിട്ടും. 670 പ്ലസ് 2 672. ശരിയാണോ? ഈ 672 കഴിഞ്ഞാൽ അടുത്ത 8ന്റെ മൾട്ടിപ്പിൾ വരണം എന്നാണെങ്കിൽ അത് 680 ആകും. അതായത് ചോദ്യപ്രകാരം ഈ പറയുന്ന 7 എന്ന് പറയുന്ന സ്ഥാനത്ത് കിടക്കുന്നതായ സംഖ്യ അങ്ങ് 8 മാറിയില്ലേ? അതായത് ചോദ്യം എന്ന് പറയുന്നത് തന്നെ മാറിപ്പോകും. അതായത് ഈ പറയുന്ന 670നും 679നും ഇടയിൽ 8ന്റെ ഗുണിതമായി ഒരേ ഒരാളെ വരുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നിലവിൽ വൈയുടെ സ്ഥാനം ഇവിടെ എത്രയായിട്ട് കിടക്കുന്നുണ്ട്? വൈയുടെ സ്ഥാനം 2. കണ്ടോ? അവിടെ നിന്ന് വൈ കിട്ടിക്കഴിഞ്ഞു. വൈയുടെ മൂല്യം 2 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി എക്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാര്യം എന്താ? 9ന്റെ ഡിവിസിബിലിറ്റി നോക്കിയാൽ മതി. 9ന്റെ ഡിവിസിബിലിറ്റി എങ്ങനെയാ കണ്ടുപിടിക്കുക? സം ഓഫ് ഡിജിറ്റ്സ് എടുക്കാം. മക്കളെ, സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ? അതാണ്ട് എല്ലാം അങ്ങോട്ട് കൂട്ട്. ഇവിടെ നിങ്ങൾക്കൊരു പ്രശ്നം ഞാൻ ഒന്നുകൂടെ കൂട്ടുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ ഒരു എളുപ്പ വഴി കാണിച്ചു തരാം. 5, 6, 7, 8. അത് കഴിഞ്ഞ് എക്സ് ഉണ്ട്. അത് കഴിഞ്ഞ് 4 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്. വൈയുടെ വില 2. ഓക്കെ ആണോ? ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ 9ന്റെ ഡിവിസിബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി കയ്യിലിരിക്കുന്നതായ സംഖ്യകളിൽ 9കളെ വെട്ടിക്കളഞ്ഞ് ചെറുതാക്കി പോയാലും മതി. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ തന്നിരിക്കുന്ന സംഖ്യയിലെ 9കളെ പരിഗണിക്കേണ്ട, വെട്ടിക്കളഞ്ഞേരെ. കൂട്ടുമ്പോ 9 വരുന്നവന്മാരെ വെട്ടിക്കളയുക. താണ്ടെ 7ഉം 2ഉം 9. പരിഗണിക്കുകയേ വേണ്ട, വെട്ടിക്കളഞ്ഞേരെ. 7ഉം 2ഉം 9 വെട്ടിമാറ്റി. താണ്ടെ 6ഉം 3 എടുത്താൽ 9 വരുന്നത്, വെട്ടിമാറ്റി.
ഇനി എന്താ, 9ന്റെ ഗുണിതങ്ങളെയും വെട്ടിമാറ്റിക്കോ. താ നോക്കിക്കോ, 6ഉം 5ഉം 11 7ഉം 18. ദാണ്ടേ 6ഉം 7 6ഉം 13 5 18. 9ന്റെ ഗുണിതമാ 18. അവനെയും വെട്ടിക്കളഞ്ഞു. അവശേഷിക്കുന്നതായ ആളുകളെ മാത്രം കൂട്ടിയാലും നമ്മൾ ഉദ്ദേശിക്കുന്നതായ ഉത്തരത്തിനകത്തേക്ക് തന്നെ വരും. എത്ര വരും? 8ഉം 4ഉം 12. കണ്ടോ, 12ഉം 2ഉം കണ്ടോ, 8 പ്ലസ് 4 പ്ലസ് 2 പ്ലസ് എക്സ്. ഇത്രയും കാര്യങ്ങൾ ഇനി ബാക്കിയുള്ളൂ. 8 4 12 2 14. ഇനി ഇവിടെ എക്സ് കൂടിയുണ്ട്, അതും കൂടെ കൂട്ടിച്ചേർത്താൽ സം ഓഫ് ഡിജിറ്റ്സ് ഇപ്പൊ എത്രയായി വന്നു? സം ഓഫ് ഡിജിറ്റ്സ് ഇപ്പൊ എത്രയായി വന്നു? 8ഉം 4ഉം 12 2ഉം 14 പ്ലസ് എക്സ് എന്ന് വന്നു. ഇനി നമ്മൾ ചിന്തിക്കണം, ഈ എക്സ് എന്ന് പറയുന്ന ആളിന്റെ മൂല്യം കൊടുക്കുമ്പോ അയാൾ ഒരു മൾട്ടിപ്പിൾ ഓഫ് ആരായി മാറണം? ഇവിടെ ഈ എക്സിന്റെ വിലകൾ ഏതൊക്കെ കൊടുക്കാൻ പറ്റും? 0 മുതൽ 9 വരെയുള്ള ഏത് വില വേണേലും കൊടുക്കാം. 14നോടൊപ്പം 0 മുതൽ 9 വരെയുള്ളതായ ആ വിലകൾ കൊടുക്കുമ്പോ എക്സ് എന്ന് പറയുന്നതായ ആളിനെ കൂടെ പരിഗണിച്ച് 14ന്റെ കൂടെ കൂട്ടുമ്പോ നമുക്ക് ആരെ കിട്ടണം? ഒരു മൾട്ടിപ്പിൾ ഓഫ് 9നെ കിട്ടണം. പറ, 0 കൊടുത്താൽ 14 തന്നെ വരും. 1 കൊടുത്താൽ 15. 15 9ന്റെ ഗുണിതമല്ല. 2 കൊടുക്കാം, 3 കൊടുക്കാം, 4 കൊടുക്കാം, 5 കൊടുക്കാം, 6 കൊടുക്കാം. മക്കളെ 7 എന്ന് കൊടുത്തു നോക്കെ. എക്സിന്റെ വില എന്ന് പറയുന്നത് 7 എന്ന് കൊടുത്തു നോക്കെ. 14ഉം 7ഉം എത്ര വരൂടാ? 14ഉം 7ഉം എത്ര വരൂടാ? 14ഉം 7ഉം എത്ര വരൂടാ? 21. 21 9ന്റെ ഗുണിതമാണോ? അല്ല. അപ്പൊ ഇതിനിടയിൽ എവിടെ മിസ്സായല്ലേ? താണ്ടെ 4 കൊടുത്തു നോക്കെ. 14ഉം 4ഉം 18. കൂട്ടുമ്പോ 18 വരാം. 14 കഴിഞ്ഞ് 9ന്റെ ഏറ്റവും ആദ്യത്തെ ഗുണിതം വരുന്നത് 18ലാ. കണ്ടോ, 18ലാ. അപ്പൊ 4 കഴിഞ്ഞ് ഇനി എക്സിന് ഒരു മൂല്യം ഇനി അടുത്ത 9 മാറി വരുമ്പോഴേ ഉള്ളൂ. നിലവില് 18ന് മുകളിലേക്ക് ഇനി എക്സിന് വിലകൾ കൊടുത്തുകൊണ്ട് ഇനി പോവാൻ പറ്റത്തില്ല. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, എക്സിന്റെ വില എന്ന് പറയുന്നത് അവിടെ എത്രയാ? 4. ഇനി പറ, ഇവിടെ ചോദ്യം കണ്ടുപിടിക്കാൻ പറയുന്നത് എക്സ് പ്ലസ് വൈ എത്ര വരുന്ന? എക്സിന്റെ വില 4, വൈയുടെ വില 2, 4ഉം 2ഉം കൂടെ കൂട്ടുമ്പോ 6 അല്ലേ വരുന്നത്? ഇതല്ലേ ചോദ്യത്തിന്റെ ഉത്തരം? ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. കണ്ടോ, ആ ഒരു കോൺസെപ്റ്റ് മക്കളെ ഞാൻ പറയാൻ ഇത്രയേറെ സമയമെടുത്തത് ആ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. കോൺസെപ്റ്റ് സെറ്റ് ആണെങ്കിൽ ചോദ്യം നിമിഷം നേരം കൊണ്ട് ചെയ്യാനും പറ്റും. ഓക്കെ ആണോ? കണ്ടന്റ് പിടികിട്ടി എന്ന് വിശ്വസിക്കുന്നു. മക്കളെ അടുത്ത ചോദ്യം നോക്കേടാ. അടുത്തത് ഇതിനേക്കാൾ കിടിലമായിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്റെ കയ്യിൽ ഒരു 7 ഡിജിറ്റ് നമ്പർ ഉണ്ട്. ആ നമ്പർ എന്ന് പറയുന്നത് 5. ദാ നോക്കൂ, 5 2 A. കണ്ടോ, ഇനി ആരാ ഉള്ളത്? 6 B. ഇനി ആരാ ഉള്ളത്? 7 C എന്നാണുള്ളത്. ഇതാണ് എന്റെ കയ്യിലിരിക്കുന്ന ആ 7 ഡിജിറ്റ് നമ്പർ. ശരിയാണോ? ഈ പറയുന്ന നമ്പർ 33 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോഴേ നമ്മൾ ആലോചിച്ചോണം, 33 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി 3 × 11 എന്ന് പറഞ്ഞാൽ, അതായത് 3ന്റെയും 11ന്റെയും ഡിവിസിബിലിറ്റി ഇവിടെ ചെക്ക് ചെയ്താൽ മതി. ഇനി അവർ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, എയും ബിയും സികളും പ്രൈമുകളാണ്. അവിടെ ഒരു കാര്യം കൂടെ ആലോചിക്കണം, ഈ എ എന്നും ബി എന്നും സി എന്നും പറയുന്ന ആളുകൾ പ്രൈമുകളാണ്. അത് മാത്രമല്ല, ഇത് ഓരോ സിംഗിൾ ഡിജിറ്റ് നമ്പറുകളല്ലേ, 2 ഡിജിറ്റ് നമ്പർ ആണോ? എടാ, ഇതിന്റെ ഇടയിൽ കയറ്റിയ ഡിജിറ്റിന്റെ എണ്ണം പിന്നെ മാറുക. അപ്പൊ ഓരോ സിംഗിൾ ഡിജിറ്റ് നമ്പറുകളാ ഈ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 0 to 9 വരെയുള്ള പ്രൈമുകൾ ആരൊക്കെയാ? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. ഈ പറയുന്ന 4 പേരല്ലാതെ ഒരു സിംഗിൾ ഡിജിറ്റ് പ്രൈമുകളായി എക്കും ബിക്കും സിക്കും വരാൻ സാധ്യതയുള്ള വേറെ ഏതെങ്കിലും വിലയുണ്ടോ? ഇല്ല. അപ്പൊ ആ ഒരു കാര്യം ആ ചോദ്യത്തിൽ നിന്ന് പിടികിട്ടി. ഇനി അവരെന്താ പറയുന്നത്? ദെൻ ദി മാക്സിമം വാല്യൂ ഓഫ് 2A + 3B + C എന്താണെന്നാ ചോദിക്കുന്നത്. ശരി, ഇനി ഇത് കണ്ടുപിടിച്ചാലോ? കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾക്ക് ഇനി എന്തൊക്കെ കണ്ടെത്തേണ്ടി വരും? 3യുടെ ഡിവിസിബിലിറ്റി, അതേപോലെ നമുക്ക് 11ന്റെ ഡിവിസിബിലിറ്റി. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്, ഇതിൽ ഏത് ആദ്യം എടുക്കണം എന്നുള്ളത്. ഓക്കെ ആണോ മക്കളെ? ഈ ഒരു കാര്യം തീരുമാനിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സംവിധാനമാണ്. കാരണം ഓക്കെ, ഏറ്റവും എളുപ്പത്തിൽ ഇല്ല, നമ്മുടെ സമയം പോകും. ഒന്ന് ആലോചിച്ച് നോക്കേടാ. 5 ദാണ്ട എ, 5 കഴിഞ്ഞുള്ള ഓൾട്ടർനേറ്റ് സ്ഥാനത്ത് എ കഴിഞ്ഞുള്ള ഓൾട്ടർനേറ്റ് സ്ഥാനത്ത് ബി ഉണ്ട്, ബി കഴിഞ്ഞുള്ള ഓൾട്ടർനേറ്റ് സ്ഥാനത്ത് സി ഉണ്ട്. അപ്പൊ തന്നെ മനസ്സിലാക്കിക്കോണം, ഓൾട്ടർനേറ്റ് സ്ഥാനങ്ങൾ ഡിവിസിബിൾ ബൈ 11 നമ്മൾ എങ്ങനെയാ പറഞ്ഞേ? ഡിവിസിബിൾ ബൈ 11 എങ്ങനെയാ പറഞ്ഞേ? ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള, എന്താ പറഞ്ഞേ? ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സ്ഥാനങ്ങൾ പരിഗണിക്കുക. ആ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സ്ഥാനങ്ങളിലെ സമ്മ് പരിഗണിക്കുക, ദെൻ അവയുടെ ഡിഫറൻസ് എടുക്കുക എന്നല്ലേ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം വെക്കം സോൾവ് ആയി കിട്ടൂലേ? എന്താണ് ഇനി ഇവിടെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യാനുള്ളത് എന്നൊന്ന് നോക്കേതാ പറഞ്ഞുതരാം. മക്കളെ ദാ ഇത് നോക്കിക്കോണേ, ഞാൻ പറയുന്നത് വളരെ വ്യക്തമായിട്ട് കേട്ടോണേ. ദാ ഈ ഓൾട്ടർനേറ്റ് സ്ഥാനങ്ങളുടെ സമ്മട് 5 + A + B + C. കണ്ടോ, 5 + A + B + C.
ഇനി അടുത്ത എടുക്കാത്ത പരിഗണിക്കാത്ത പ്ലേസുകൾ നോക്കുക. 2, 6, 7 കണ്ടോ, ഈ 3 ഓൾട്ടർനേറ്റ് സ്ഥാനങ്ങൾ എടുത്തിട്ടില്ല. അതിന്റെ സം എത്ര വരും? 6 2 8, 8 7 15. തങ്ങളിൽ കുറയ്ക്കണമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ശരിയല്ലേ? സമ്മുകൾ, ഓൾട്ടർനേറ്റ് ആയ സമ്മുകളെ കുറയ്ക്കണം. ഇങ്ങനെ വേണം എഴുതാൻ. 5 + a + b + c - 15 സമ്മുകൾ എഴുതി. ഇത് ആദ്യത്തെ ആ ഓൾട്ടർനേറ്റ് പ്ലേസ്, ഇത് രണ്ടാമത് നമ്മൾ പറഞ്ഞ ഓൾട്ടർനേറ്റിന്റെ സമ്മ് കുറയ്ക്കണം. കുറച്ചാൽ ഇവിടെ 5 - 15, 5 - 15 എത്ര? 5 - 15 എത്ര മക്കളെ? -10, ശരിയല്ലേ? അതായത് നമുക്കിനി വരാൻ പോകുന്ന വില എന്ന് പറയുന്നത് ഇനി ആരാ വരിക? താണ്ട് ഇങ്ങനെ എഴുതാം. എങ്ങനെ? a + b + c -10. ഓക്കെ ആണോ? ഇനി ആലോചിക്കേണ്ടതായ മറ്റൊരു കാര്യം, ഈ a + b + c ഒന്നായിട്ട് കൂട്ട്. ഇവിടെ -10 കിടക്കുന്നത്. ഈക്വൽ ടു, ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആയി വരണം, അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 11 ആകണമെങ്കിൽ ഈക്വൽ ടു ആര് വരണം? 0 അല്ലെങ്കിൽ ആരാ വരണ്ടേ? 11 അല്ലെങ്കിൽ ആരാ വരണ്ടേ? മൾട്ടിപ്പിൾ ഓഫ് 11s വരണമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ശരിയല്ലേ? നിലവിലത്തെ സാഹചര്യം പ്രകാരം ഇവിടെ സബ്സ്ട്രാക്ട് ആണ് ചെയ്തിരിക്കുന്നത് എന്നതുകൊണ്ട് 0യിലേക്കായിരിക്കും എത്തിക്കേണ്ടി വരിക. ഇവിടെ സമ്മല്ലല്ലോ ചെയ്തേ. മൊത്തമായ a + b + c യുടെ വില എനിക്ക് എവിടേക്ക് എത്തിക്കണം? 0യിലേക്ക് എത്തിക്കണം. അതായത് a + b + c യുടെ വിലയും ആര് തന്നെ ആയിരിക്കും? 0 ആണെങ്കിൽ ഈ -10 ഇപ്പുറം കൊണ്ടുപോവാ, -10 ഇപ്പുറം കൊണ്ടുപോവാ. അപ്പൊ എന്ത് വരും? +10. ദാറ്റ് ഈസ് a + b + c യുടെ വില എന്തായി? 10. ഡൗട്ട് ഉണ്ടോ? a + b + c യുടെ വില 10. a + b + c യുടെ വില 10 ആണെങ്കിൽ ഇവിടെ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നതായ പ്രൈം നമ്പറുകളായവന്മാരാണ് ഈ ചോദ്യങ്ങളുടെ എയും ബിയും സിയും സ്ഥാനം അലങ്കരിക്കുന്നതെന്ന് പറയുമ്പോ 2, 3, 5 ഈ 3 നമ്പറുകളെ പരിഗണിച്ച സമ്മ് a + b + c യുടെ സമ്മ് 10 വരുമെന്ന് ചെക്ക് ചെയ്തേ. 5 3 8 2 10 വരുന്നില്ലേ? ഇനിയുള്ള പ്രശ്നം, ചോദ്യത്തിൽ മാക്സിമം വില വരണമെന്നാ പറഞ്ഞേക്കുന്നത്. എവിടെ കൊടുക്കുമ്പോ 2a + 3b + c എന്ന് പറയുന്നതിലേക്ക് എയുടെയും ബിയുടെയും സിയുടെയും വില കൊടുക്കുമ്പോൾ മാക്സിമം വാല്യൂ ലഭിക്കണം എന്നാ പറഞ്ഞത്. അങ്ങനെ ലഭിക്കണമെങ്കിൽ എന്റെ കയ്യിലിരിക്കുന്ന വിലകൾ ആരൊക്കെയാണെന്ന് നോക്കേടാ. 2, 3, 5. ഇതിൽ 5 എവിടെ പോകും? 3നോടൊപ്പം പോണം, എന്നാലേ മാക്സിമം കിട്ടും. കണ്ടോ? അപ്പൊ എന്തോ ഒരു 3 × 5 എന്നാവും ഇവിടെ. കണ്ടോ? 3 × 5 എന്നാവും ഇത്. കണ്ടോ? ബിയുടെ വില 5 ആണെങ്കിൽ 5 × 3 15. ഇവിടെ 2 ഇട്ട് കൊടുക്കുന്ന 5 × 2 അല്ല 3 × 2 6 വരും. ഏറ്റവും മാക്സിമം വിലയിലേക്ക് എത്തിക്കണ്ടേ? അപ്പൊ 5 ബിയുടെ അടുത്ത് ഇട്ട് കൊടുക്കണം. ഇനി എന്ത് ചെയ്യണം? തൊട്ടടുത്ത മൾട്ടിപ്പിൾ എ എന്ന് പറയുന്ന ആളോടൊപ്പം ആരെ ഇട്ട് കൊടുക്കണം? ഈ പറയുന്ന 3 ഇട്ട് കൊടുക്കണം. അപ്പൊ 2 × 3 എന്നാവും. കണ്ടോ? ഇനി സിയോടൊപ്പം ഏറ്റവും ചെറിയ വില കൊടുത്താൽ മതി. 2 എന്ന് കിടപ്പുണ്ട്. ഇത് ഇത്രയും കൂടെ ഒന്ന് കൂട്ടിയാൽ മതി. നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം 3 2 എത്ര വരും? 6. 5 × 3 എത്ര വരും? 15 +2 15 6 21 2 എത്ര മക്കളെ വന്നേ? 23. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. മക്കളെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഈ ചോദ്യങ്ങളൊന്നും അങ്ങനെ നിങ്ങളിലേക്ക് എത്തിയിട്ടില്ല ഇതുവരെ എന്ന് എനിക്കറിയാം. ഇനി മുതൽ എത്തും. 23 ഇതിന്റെ ആൻസർ. കണ്ടോ? ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താ? 33 എന്ന് പറയുന്ന ആ ആളിന്റെ ഡിവിസിബിലിറ്റി 3 അതുപോലെ തന്നെ 11 ഈ രണ്ടുപേരുടെ ഡിവിസിബിലിറ്റി വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പക്ഷെ അവിടെ വന്ന പ്രശ്നം എന്താ? ഏറ്റവും എളുപ്പത്തിൽ കിട്ടാനുള്ള വഴി 11ന്റെ ഡിവിസിബിലിറ്റി വഴി ആണെന്ന് ആദ്യമേ തിരിച്ചറിയണം. അതിന് തന്നിരിക്കുന്ന നമ്പറിന്റെ ഓൾട്ടർനേറ്റ് സ്ഥാനങ്ങൾ പെട്ടെന്ന് കണ്ണിക്കൂടെ ഓടി പോകണം. ആൾട്ടർനേറ്റ് സ്ഥാനങ്ങളിലാണ് കിടക്കുന്നത്. എയും ബിയും സിയും കൂടെ ഒറ്റയായിട്ട് പരിഗണിക്കാൻ എളുപ്പം എന്ന് പറയുന്നത് ഡിവിസിബിലിറ്റി ഓഫ് 11 വെച്ചിട്ട് നോക്കുമ്പോഴാണ്. ഓക്കെ അല്ലേ? അപ്പോ ഇനി അടുത്തതായ ഇതിനേക്കാൾ കിടിലമായ ചോദ്യത്തിനകത്തേക്ക് പോകാം. ചോദ്യം നോക്കേടാ. ഒരു 6 ഡിജിറ്റ് നമ്പർ ആണ് എന്റെ കയ്യിൽ തന്നിരിക്കുന്നത്. ആരെയാ തന്നിരിക്കുന്നത്? ഒരു 6 ഡിജിറ്റ് നമ്പർ. ആരാ നമ്പർ? 473 XY 5. ഈ നമ്പർ 125 കൊണ്ട് ഡിവിസിബിൾ ആണ് എങ്കിൽ ഇവിടെ അവർ പറയുക എക്സിനും വൈക്കും വിലകൾ കൂടി നിങ്ങൾ പരിഗണിക്ക്. അങ്ങനെ പരിഗണിക്കപ്പെട്ടാൽ എത്ര പോസിബിലിറ്റികൾ അവിടെ ഉണ്ടാവും? ഹൗ മെനി സച്ച് പോസിബിലിറ്റീസ് ആർ ദെയർ? ഇനി ഇവിടെ ഞാൻ ഒരു പുതിയ കോൺസെപ്റ്റ് പറഞ്ഞു തരാം മക്കളെ. കോൺസെപ്റ്റ് ഇതാണ്. 125ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നവന്മാരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 125ന്റെ അവസാന 3 ഡിജിറ്റ്സ്, അതായത് ഒരു മൾട്ടിപ്പിൾ ഓഫ് 125 ആണെന്ന് നമ്മൾ എങ്ങനെ അറിയും? ലാസ്റ്റ് 3 ഡിജിറ്റ്സിനെ അങ്ങ് എടുത്താൽ മതി. ലാസ്റ്റ് 3 ഡിജിറ്റ്സിനെ അങ്ങ് എടുത്താൽ മതി. ലാസ്റ്റ് 3 ഡിജിറ്റ്സ്
ഓക്കെ, ആ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ഒന്നുകിൽ 3 പേരും 0 ആയിരിക്കണം, അല്ലെങ്കിൽ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 125 ആയിരിക്കണം. ഇതാണ് അതിന്റെ ഐഡന്റിഫൈ ചെയ്യാനുള്ള പോയിന്റ്. ഞാനിത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം 125ന്റെ മൾട്ടിപ്പിൾസ് പറ. 125, അത് കഴിഞ്ഞാൽ അടുത്ത മൾട്ടിപ്പിൾ ആരാ? 250. അത് കഴിഞ്ഞാൽ അടുത്ത മൾട്ടിപ്പിൾ ആരാ? അടുത്ത മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 375. അടുത്ത മൾട്ടിപ്പിൾ ആരാ? 400. എത്ര വരുന്നത്? 400 അല്ലല്ലോ, 500. അടുത്ത മൾട്ടിപ്പിൾ ആരാ വരിക? 125ന് 625. അടുത്ത മൾട്ടിപ്പിൾ ആരാ വരിക? 625 കഴിഞ്ഞാൽ 750. അടുത്ത മൾട്ടിപ്പിൾ ആരാ വരിക? 875. അടുത്ത മൾട്ടിപ്പിൾ ആരാ? 1000. മക്കളെ ഇവിടെ വരെ പക്കയാ. ഇനി എന്ത് ചെയ്യും? ഈ 3 സ്ഥാനങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടും ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ആയിട്ട്. അതായത് 1125, 1250, 1375, 1500 ഇങ്ങനെ ആവർത്തിക്കും. ഇതാണ് 125ന്റെ പ്രത്യേകത. ദാറ്റ് മീൻസ് ലാസ്റ്റ് 3 ഡിജിറ്റ്സ് ഡിവിസിബിൾ ബൈ 125 ആണോ എന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ 3 ഡിജിറ്റുകൾ 0 ആണോ എന്ന് നോക്കിയാൽ മതി. ഇതാണ് 125ന്റെ പ്രോപ്പർട്ടി. ശരിയാണോ? ആണ്. എങ്കിൽ ഇനി ഈ ചോദ്യം ഒന്ന് നോക്കേ. ഹൗ മെനി സച്ച് പോസിബിലിറ്റീസ് എന്നല്ലേ പറയുന്നത്? 6 ഡിജിറ്റ് നമ്പർ ഏതാ? 473 XY 5. മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കേ. 125ന്റെ ഒരു മൾട്ടിപ്പിൾ ആയി വരാൻ സാധ്യതയുള്ള ഒരു നമ്പർ, ആ നമ്പറിന്റെ അവസാനിക്കുന്നത് ഏതിലാ? 5ലാ. ഇവിടെ 5ൽ അവസാനിക്കുന്ന 125ന് 8 പേരിൽ എത്ര പേരുണ്ടെന്ന് നോക്കേ. 8 പേര്. കണ്ടോ? 8 പേര്. ഓരോ 8 തവണ കഴിയുമ്പോഴാ 125ന്റെ ആ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. നോക്കെ, 5 ഇവിടെയുണ്ട്, ഇവിടെയും 5 ഉണ്ട്. ഇതും എൻഡ് ചെയ്യുന്നത് 5ലാണ്, ഇവിടെയും എൻഡ് ചെയ്യുന്നത് 5ലാണ്. കണ്ടോ? അങ്ങനെ എത്ര പേര് വരുന്നുണ്ട്? മൊത്തത്തിൽ 1000-നകത്ത് 8 പേരുണ്ട്. ശരിയല്ലേ? 125ന്റെ മൾട്ടിപ്പിൾസ്. അതുകൊണ്ട് തന്നെ അതിലെ പകുതി, ഒരു 5, അത് കഴിഞ്ഞൊരു 0, ഒരു 5, അത് കഴിഞ്ഞൊരു 0. അപ്പൊ തന്നെ പോസിബിലിറ്റീസ് എത്രയായി മാറിയിട? 4 പോസിബിലിറ്റി. കണ്ടോ? ഒന്നും അറിയണ്ട, എക്സിന്റെയോ വൈയുടെയോ വിലകൾ അറിയുകയേ വേണ്ട, അല്ലാതെ തന്നെ ഉത്തരം പറയാൻ പറ്റും. നമ്മൾ വിചാരിക്കും എക്സിന്റെയും വൈയുടെയും വില കണ്ടുപിടിച്ചിട്ട് ഇതിന്റെ ഉത്തരം പറയാൻ പറ്റത്തോളായിരിക്കും. അങ്ങനെ ഉണ്ടോ? ഇല്ല മക്കളെ, വളരെ നിസ്സാരമായ ചോദ്യം. കണ്ടോ? ഇതിനേക്കാൾ കിടിലമായിട്ടുള്ള ഇനി ഒരു ചോദ്യം തരട്ടെ. ദാ പിടിച്ചോ, ഇതിനേക്കാൾ കിടിലമായിട്ടുള്ള ചോദ്യം തരട്ടെ. എന്താ മക്കളെ പറഞ്ഞേക്കുന്നത്? ദ സ്മോളസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ ദാറ്റ് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 53. ഇതിന്റെ ഡിവിസിബിലിറ്റി നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്യണം. മക്കളെ, ഈ സ്മോളസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും? ലാർജസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ, അവിടെ ഒരു പ്രശ്നമുണ്ട്. ലാർജസ്റ്റ് 6 ഡിജിറ്റ് ആരാ? താണ്ടേ 999 999. മൊത്തത്തിൽ എത്ര 9കൾ വന്നു അവിടെ? 6 9കൾ വന്നു. ഇതാണ് ലാർജസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ. അപ്പോ സ്മോളസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ ആരായിരിക്കും? സ്മോളസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ ആരായിരിക്കും? സ്മോളസ്റ്റ് 6 ഡിജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1, അത് കഴിഞ്ഞ് ദാണ്ടേ 5 സ്ഥാനങ്ങളും കൂടെ അങ്ങ് ഇട്ടാൽ മതി. 3, ഇപ്പൊ 3ആയി. ഈ ഒരു 0 കൂടെ ആകുമ്പോൾ ഇപ്പൊ ഇതൊരു 6 ഡിജിറ്റ് സ്മോളസ്റ്റ് നമ്പർ ആണ്. ശരിയാണോ? അപ്പോ ഈ പറയുന്നതായ സ്മോളസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ ഓക്കെ ആണോ? ഈ നമ്പർ 53 കൊണ്ട് എന്തായാലും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതല്ലെന്ന് നമുക്കറിയാം. എന്നാൽ 53 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഈ പറയുന്നതായ നമ്പറിനോട് അടുത്ത് നിൽക്കുന്ന ഈ നമ്പറിനേക്കാൾ മുകളിലുള്ള ആ നമ്പർ ഏതാണ്? ഏറ്റവും തൊട്ടടുത്ത് വരുന്ന 53 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഡയറക്റ്റ് ഡിവിഷൻ ആണ് വഴി. എന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ? ദാ നോക്കിക്കോ, 1 2 3. ഈ പറയുന്ന ആ ആളിനെ നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വലി അങ്ങോട്ട് എഴുതണം, അവനെ അങ്ങ് ഡിവൈഡ് ചെയ്യണം. 1 2 1 2 3. ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 53നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. റിമൈൻഡർ എത്രയാണെന്ന് നോക്കണം. കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 53നകത്ത് 100 എത്ര വട്ടമുണ്ട്? 100നകത്ത് 53 എത്ര വട്ടമുണ്ട്? ഒരു തവണ. അപ്പൊ 53 ആയി. ദാ നോക്കിക്കോ, ഇനി എത്ര വരും ഇവിടെ? 10ന്ന് 3 പോയാൽ 7 വരും. ഇനി ഇവിടെ 9ന്ന് 5 പോയാൽ എത്ര വരുമായിരിക്കും? ഇവിടെ 9ന്ന് 5 പോയാൽ 4 വരും. അപ്പൊ ഇനി ഒരു 0 താത്തറക്കാണ്ട് 470. മകളെ, 53 ഗുണം എത്ര വരണോടാ? ഇവിടെ ഒരു 8 കൊടുത്തു നോക്കേ, എവിടെ വരുമെന്ന് നോക്കേ. 8 8 5 40, 83 40 ആകുമ്പോ 400 ആയി. 8 3 24. അപ്പൊ നമ്മുടെ ആൻസർ 424 വരും. കണ്ടോ? 424. ഇവിടെ എത്രയെന്ന് എഴുതാം? 8 എന്ന് എഴുതാം. ഇനി ഇവിടെ റിമൈൻഡർ എത്രയുണ്ട്? ഇവിടെ 10 ആവും. 10ന്ന് 4 പോയാൽ എത്ര വരും? 6. ഇവിടെ 6ന്ന് 2 പോയാൽ എത്ര വരും? ഇവിടെ 4. ഇനി ഇവിടെ ആരെ താത്തറക്കാനുണ്ട്? ഒരു 0 കൂടെ താത്തറക്കാനുണ്ട്. ആ 0 താത്തറക്കും. 460. ഇനി നോക്കേണ്ട കാര്യമൊന്നുമില്ല, 424 തന്നെ വരും. ഇവിടെ ഡിവിഷൻ കൊടുത്തു. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി എന്ത് ചെയ്യാം? 424. ഇവിടെ ബാലൻസ് എത്ര ഉണ്ട്? 10ന്ന് 6 വരും. ഇവിടെ എത്ര വരും? 5ന്ന് 2 പോയാൽ 3. ഒരു 0 കൂടി താത്തറക്കാനുണ്ട്.
ശരിയാണോ? ഇനി നമുക്ക് 53 ഈ പറയുന്ന ഇവിടെ എങ്ങനെ വരുമെന്ന് നോക്കെ. 53 ഗുണം എത്ര എടുക്കാം? ഒരു 6 എടുത്ത് നോക്കണം. അപ്പൊ 6 5 30, 300 വരും. 6 3 18. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വരുന്നത്? 318 കൂട്ടുമ്പോ 318 ഉണ്ട്. ഇത് രണ്ടും കൂടെ കുറച്ചാ നമ്മുടെ റിമൈൻഡർ എത്ര വരൂടാ? 42. റിമൈൻഡർ എത്രയാ വരിക? 42. ഓക്കെ ആണോ? റിമൈൻഡർ എത്രയാ വരിക? 42 ആണോ? ആണോടാ? എന്നാ റിമൈൻഡർ 42 ആണോ എന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കെ. റിമൈൻഡർ എത്രയാണെന്ന് നോക്കേടാ. 42 ആണോ? ദാ ചെക്ക് ചെയ്ത് നോക്ക്. 10 ന്ന് 8 പോയാൽ എത്ര വരും? ഒന്നുമില്ല, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനേ. 10 ന്ന് 8 പോയാൽ എത്ര വരൂടാ? 2. ഇനി അവിടെ 5 ഉള്ള 5 ന്ന് 1 പോയാൽ എത്ര വരൂടാ? 4. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? റിമൈൻഡർ എത്രയാണ് വരുന്നത്? 4. ഒരു വ്യത്യാസവും ഇല്ല. റിമൈൻഡർ ഈസ് 42. ആ കാര്യം പിടികിട്ടി. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യണ്ടേ? ഈ 10,000-നേക്കാൾ വലുതായ സംഖ്യ, അതായത് കൂട്ടിക്കണ്ടുപിടിക്കേണ്ട ഒരു സംഖ്യ, അങ്ങനെ ഒരു സംഖ്യയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്താ ചെക്ക് ചെയ്യണ്ടേ? 42-നോടൊപ്പം എത്ര കൂട്ടിയാൽ 53-ലേക്ക് എത്തും? എത്ര കൂട്ടണ്ട അവിടെ? 11 കൂട്ടണം. അപ്പൊ ഇതിന്റെ കൂടെ 11 കൂട്ടിയാൽ എത്ര വരും? ദാണ്ടെ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഞാനത് പറയാൻ സമയമെടുത്തു. ചെയ്യാൻ സമയമെടുക്കുമോ? ഒരു രീതിയിലും സമയമെടുക്കൂല. വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന ചോദ്യം. നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് ബൂസ്റ്റ് ചെയ്ത് പഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ട് എന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലാണ് അത് ഏറ്റവും കൂടുതൽ പ്രകടമായി മാറേണ്ടത്, ഏറ്റവും കൂടുതൽ ഫലവത്തായി മാറേണ്ടത്. ഓക്കെ ആണോ? ഇതിനേക്കാൾ കിടിലമായിട്ടുള്ള ഒരു ചോദ്യവും ദാണ്ടെ അടുത്ത ചോദ്യം. ദാ നോക്കിക്കോ. എന്റെ കയ്യിൽ ഒരു 7 ഡിജിറ്റ് നമ്പർ ഉണ്ട്. എത്ര ഡിജിറ്റ് എന്റെ കയ്യിലിരിക്കുന്ന നമ്പറിലുള്ള? 7 ഡിജിറ്റുകൾ. എത്ര ഡിജിറ്റ്? 7 ഡിജിറ്റ്. ഇനി എന്താ പറയുന്നത്? നമ്പർ എന്ന് പറയുന്നത് 6 7 8 4 3 2. അവിടെ എന്റെ ഇടയിലാണ് കിടക്കുന്നത്. കണ്ടോ? ഇവർ പറയുന്നത് എന്താ? ഡിവിസിബിൾ ബൈ 11 ആണ് ഇവൻ. ഓക്കെ ആണോ? ഈ എ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഡിജിറ്റ്. അത് അവർ പറയാതെ തന്നെ നമുക്ക് അറിയാമല്ലോ. ആ ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പർ എങ്കിൽ എയുടെ വില ഡിവിസിബിലിറ്റി വെച്ച് കണ്ടുപിടിക്കാൻ എന്താ? ഓൾട്ടർനേറ്റുകളുടെ സം എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? തങ്ങളിൽ ഡിഫറൻസ് എടുത്താൽ മതി. 6 7 8 4 3 2 എന്ത് ചെയ്താൽ മതി? എടുക്കണം അങ്ങോട്ട്. 6 കഴിഞ്ഞാൽ 8, 8 കഴിഞ്ഞ് ഒരു സ്ഥാനം വിട്ട് 3, 3 കഴിഞ്ഞാൽ 2. ഇപ്പൊ എത്ര വന്നു? 6 8 6 14 3 17 2 19. ഇനി അടുത്തത് ഏതാ വേണ്ടേ? ഈ ബാലൻസ് കിടക്കുന്ന 7. ദാണ്ട് ഈ 4 എടുത്തിട്ടില്ല. 7 4 11. 11 പ്ലസ് എ. കണ്ടോ? മൈനസ് 11 പ്ലസ് എ. കണ്ടോ? ഇത് ബ്രാക്കറ്റിനകത്താ കിടക്കുന്നത്. നമുക്ക് ഈ ബ്രാക്കറ്റ് എന്ത് ചെയ്യാം? അങ്ങ് ഓപ്പൺ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് പ്ലസ് മാറി ഇവിടെ എന്ത് എ വരണം? ബ്രാക്കറ്റ് തുറക്കുമ്പോൾ മൈനസ് എ വരണം. കണ്ടോ? ആ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ -11 മൈനസ് എ. മകളെ 19 നിന്ന് ഈ പറയുന്ന 11 മാറിയാൽ എത്ര വരും? പറഞ്ഞേടാ. 19 നിന്ന് 11 മാറിയാൽ എത്ര വരും? ആലോചിച്ച് വേണം പറയാൻ. 19 നിന്ന് 11 ഒന്നുകൂടെ കൂട്ടി നോക്കുക. 8 ആണ്ടേ 8 6 14, 14 3 17, 2 19. ഇനി എന്താ പറഞ്ഞ? 7 4 11, 11 11. ദാണ്ട ഇവിടെ എ. കണ്ടോ? 7 4 11, 11 പ്ലസ് എ. ഇനി നമുക്കറിയാം ഇത് 11ന്റെ ഡിവിസിബിലിറ്റി ആയതുകൊണ്ട് ഇങ്ങനെ എടുക്കുന്ന വാല്യൂ ഒന്നുകിൽ 0 കിട്ടണം, അല്ലെങ്കിൽ ആരെ കിട്ടണം? 11 കിട്ടണം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 11 കിട്ടണം എന്ന് പഠിച്ചിട്ടുണ്ട്. നിലവിൽ 19 മൈനസ് 11 എത്ര വരൂടാ? 19. 11ഉം 8ഉം ആണോ 19? 11ഉം 8ഉം ആണോ 19? കണ്ടോടാ? 11ഉം 8ഉം അല്ലേ 19? അപ്പൊ ഇവിടെ എത്ര എന്ന് എഴുതാം? 19 മൈനസ് 11 പ്ലസ് 8 മൈനസ് എ. കണ്ടോ? ഈസ് ഈക്വൽ ടു 0 ഓർ 11 ഓർ മൾട്ടിപ്പിൾ ഓഫ് 11. ഓക്കെ ആണോ? ഇനി പറ, ഇവിടെ നമുക്ക് ഏത് വാല്യൂ വേണം? 0 വെച്ചെടുക്കണോ, അതോ 11ന്റെ മൾട്ടിപ്പിൾ വെച്ചെടുക്കണോ, അതോ 11 വെച്ചെടുക്കണോ? 0 വെച്ചെടുക്കാം. 0 വെച്ചെടുത്താൽ എയുടെ വില എത്ര ആയിരിക്കും വരിക? 8 എന്ന് വരണം. എത്ര എന്ന് വരണോടാ? 8. ഞാനിവിടെ ഡിജിറ്റിന്റെ എണ്ണം വല്ലതും വിട്ടുപോയിട്ടുണ്ടോ? ഇല്ലല്ലോ. 6 8 8 6 14 3 17 2 19 7 4 11 11ഉം പ്ലസ് എയും. കുഴപ്പമില്ല, എല്ലാം കറക്റ്റാ. അപ്പം വാല്യൂ എത്രയാണ് വരിക? വാല്യൂ വരുന്നത് 8 എന്ന് വരും. എത്ര വരൂടാ? 8. ഡൗട്ട് ഇല്ലല്ലോ. ഡിവിസിബിലിറ്റി ഓഫ് 11 അല്ലേ? ഇനി അടുത്തൊരു ചോദ്യം നോക്കേ. ഇത് വളരെ കൊച്ചു ചോദ്യമാണ്. ഇനി ഈ ചോദ്യം ഒന്ന് നോക്കടാ. ഈ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ 2 കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കേ. എന്താ 8 ഡിജിറ്റ് ആയ ഒരു നമ്പറിനെ തന്നിട്ട് 88ന് ഡിവിസിബിൾ ആകുന്ന കണ്ടീഷൻ ആണെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് 2 അൺനോൺ ആയിട്ടുള്ള ആളുകളുണ്ട്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്. ഇനി എന്താ തന്നിരിക്കുന്നത്? അടുത്ത വേറൊരു 8 ഡിജിറ്റ് നമ്പർ തന്നിട്ട് അതിനകത്ത് ഒരു അൺനോണേ ഉള്ളൂ. അത് ഡിവിസിബിൾ ബൈ 9 എന്നാണ് പറഞ്ഞേക്കുന്നത്. എങ്കിൽ ഗ്രേറ്റസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് ഇവിടെ. കണ്ടോ? ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് വേണ്ടത് 3x പ്ലസ് 2y മൈനസ് ഇസഡിന്റെ എന്ത് വാല്യൂ വേണ്ട? മാക്സിമം ആയ വാല്യൂ ആണ് വേണ്ടത്. ഓക്കെ ആണോ? ഇവന്റെ മാക്സിമം വാല്യൂ കിട്ടണമെങ്കിൽ ഒരു കാര്യമുണ്ട്. എക്സ് എന്ന് പറയുന്ന ആള് മാക്സിമം ആകണം, വൈ എന്ന് പറയുന്ന ആൾ എന്താകണം? മിനിമം ആയ വിലയാകണം.
ഇസഡ് ആണോടാ? വൈ മിനിമം ആണോ? സോറി, വൈ എന്ന് പറയുന്നത് എന്താകണം? മാക്സിമം ആയ വിലയാകണം. കുറയ്ക്കുന്ന വില പരമാവധി കുറഞ്ഞു നിന്നാലേ മാക്സിമം വില കിട്ടും. അതുകൊണ്ട് ഇസഡ് മിനിമം ആകണം. കണ്ടോ? എക്സ് മാക്സിമം, വൈ മാക്സിമം, ഇസഡ് മിനിമം. കണ്ടോ? ഈ ഒരു പരിപാടി നമ്മൾ ഓർത്ത് വെച്ചാലേ മാക്സിമം വില നമ്മുടെ ഈ ആൻസറിനകത്തൂടെ നമുക്ക് ഒപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ഓർത്തിരിക്കണം. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ രണ്ടാമത്തെ ആളിനെ എടുക്കുക. 4, 2, 5, 1, 3, 9, ഇസഡ് 2. ഒറ്റയടിക്ക് 9കളെ വെട്ടി അങ്ങ് കളയടാ. താണ്ടേ 5ഉം 4ഉം കൂടെ എടുക്കുമ്പോൾ 9. കണ്ടോ? ഒന്നുമില്ല, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണെന്ന് അറിയാൻ ഇങ്ങനെ സം എടുത്ത് നോക്കുന്ന പരിപാടി അത്. അങ്ങ് 9 കൊണ്ടങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു തരാം എന്താണ്. താണ്ടേ 5, 4, 9. താണ്ട് ഇവിടെ ഒരു 9 തനിയായിട്ട് കിടപ്പുണ്ട്. കണ്ടോ? ഇനി അവശേഷിക്കുന്നത് ആരാ? 3ഉം 2ഉം 5, 5ഉം 2 7. കണ്ടോടാ? 7 പ്ലസ് ഇസഡ്. കണ്ടോ? 7 പ്ലസ് ഇസഡ്. കണ്ടോടാ? 7 പ്ലസ് ഇസഡ് ആണോ നോക്കേ? 7 പ്ലസ് ഇസഡ് ആണോ? എന്നാ അല്ല. അതാണ്ടേ 2, ഇവിടെ 1 കിടപ്പുണ്ട് കേട്ടോ. 2, 1, 3. അതാണ്ടേ 3ഉം 3ഉം 6, 6ഉം 2 8. 8 പ്ലസ് ഇസഡ് എന്നാ വരുന്നത്. ഞാൻ ആ 1 വിട്ടുപോയടാ, അതിനിടയിലായി പോയത്. കണ്ടോ? 8 പ്ലസ് ഇസഡ്. ഇനി പറ, ഇസഡിന് ഏത് വില കൊടുത്താലാണ് 9ന്റെ ഏറ്റവും ചെറിയ വാല്യൂ കിട്ടുക? ഐ മീൻ 9ന്റെ മൾട്ടിപ്പിൾ ആകുന്ന ഇസഡിന്റെ ഏറ്റവും ചെറിയ വാല്യൂ കൊടുത്താൽ ഒരു 9ന്റെ മൾട്ടിപ്പിളിനെ കിട്ടണം. അതായത് ഒരു മൾട്ടിപ്പിൾ ഓഫ് 9 കിട്ടണമെങ്കിൽ ഈ കണ്ടീഷൻ പ്രകാരം ഇസഡിന്റെ വില മിനിമം ആയാലേ കാര്യമുള്ളൂ. അപ്പൊ ഇസഡിന് ഇവിടെ പറ്റുന്ന വില ഏതാ? ഇസഡിന് 1 കൊടുത്താൽ മതി. 1 കൊടുത്താൽ മതി. 1 കൊടുത്താൽ ഓക്കെ. അപ്പൊ ഇസഡിന് ഇവിടെ 1 വേണമെന്ന് പിടികിട്ടി. ഓക്കെ. ഇനി ബാക്കിയുള്ളതിനകത്തേക്ക് പോകും. അവിടെ 88 എന്ന് പറഞ്ഞാൽ 11 ഗുണം 8. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ചോദ്യത്തിനകത്ത് ഈ നമ്പർ 3x 5 4 7 9 y 4. ഇതിനകത്ത് ഏറ്റവും ആദ്യം 8 വെച്ചുള്ള ഡിവിസിബിലിറ്റി നോക്കണം, 11 വെച്ചുള്ള നോക്കണം. അത് ചിന്തിക്കണം. ആദ്യം വൈ കിട്ടാൻ സാധ്യതയുണ്ട്. കാര്യം എന്താ? ആ അവസാനത്തെ 3 ഡിജിറ്റുകളിലാണ് വൈ കിടക്കുന്നത്. വൈയുടെ വില കിട്ടാനായി എളുപ്പം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അവിടെ മാക്സിമം ആകുന്ന വൈയുടെ വിലയാണ്. അപ്പൊ ഞാൻ 0 ഇട്ട് ചെയ്യാനായിരിക്കും എളുപ്പം. എപ്പോഴും 0 ഇട്ട് കണക്കൂട്ടുന്നില്ല എളുപ്പം. വൈക്ക് പകരം 0 കൊടുക്കുക. എന്നിട്ട് ആ ഒരു റിമൈൻഡർ കണക്കിലെടുത്തുകൊണ്ട്, അവിടെ കിട്ടുന്ന റിമൈൻഡർ കണക്കിലെടുത്തുകൊണ്ട് മാക്സിമം ഏതാന്ന് കണ്ടുപിടിക്കും. താ നോക്കിക്കോ, 904. വൈയുടെ സ്ഥാനത്ത് ഞാൻ 0 കൊടുത്തു. ഇനി ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കുക. എത്ര കൊണ്ടാ? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര വരും ഇവിടെ? ഇവിടെ 8 വരും. ഇവിടെ 1. ഇവിടെ കോഷ്യന്റിന് പ്രസക്തി ഇല്ല, എഴുതണമെന്നില്ല. അപ്പൊ 8 ആയപ്പോ ഇത് എത്രയായി? 10 ആയി. 10നകത്ത് എത്ര വട്ടം? 1 വട്ടം അടങ്ങും. അപ്പൊ 8. ബാലൻസ് എത്ര ഉണ്ട്? 24. ശരിയാണോ? അപ്പൊ തന്നെ നമുക്കറിയാം 8ന്റെ പട്ടികയിൽ 24 ഉണ്ട്. അതായത് റിമൈൻഡർ 0 വരും. അപ്പൊ തന്നെ മനസ്സിലായി 904 എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ ഓഫ് 8 ആണ്. ഇനിയുള്ള പ്രശ്നം എന്താ? ഇത് വൈ എന്ന് പറയുന്ന ആൾക്ക് മാക്സിമം ആയ വിലയാണോ ഈ വരുന്നത്? അല്ല. അപ്പോ 0 എന്ന് പറയുന്നത് ഒരു വിലയാണെങ്കിൽ തൊട്ടടുത്ത ഈ സ്ഥാനത്ത് വരുന്ന വൈയുടെ വില ആരാന്ന് ചോദിച്ചാൽ 0ന്റെ കൂടെ 8ന്റെ ഡിവിഷൻ അല്ലേ നോക്കുന്നത്? 8 കൂട്ടിയാൽ മതിയുടെ. 0ത്തിനോട് 8 കൂട്ടിയാൽ വരും? 8 തന്നെ വരും. അപ്പൊ 8 കൊണ്ട് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് അവിടെ 8 ആയിരിക്കും വരുന്നത് കേട്ടോ. അവിടെ സ്ഥാനങ്ങൾ അറിയാൻ ഒരു സ്ഥാനം കിട്ടി. ഡിവിസിബിലിറ്റി പ്രകാരം ഒരു സ്ഥാനം കിട്ടി. അതേ സ്ഥാനത്ത് അടുത്തത് ആര് വരുമെന്ന് അറിയാൻ അവിടെ ഡിവൈഡ് ചെയ്യുന്നത് ആരെ കൊണ്ടാണോ അയാളെ ഒരു തവണ അവിടെ നിന്ന് കൂട്ടിയാൽ മതി. അത് 10ന് മുകളിൽ പോകാൻ പാടില്ല. 9ന് മുകളിൽ 9 വരെ വരാം. 9ന് മുകളിൽ പോകാൻ പാടില്ല. ശരിയല്ലേ? ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് 904 ഡിവൈഡഡ് ബൈ 8 എന്ന് എടുത്താൽ റിമൈൻഡർ എന്ന് പറയുന്നത് 0 വരുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ? അതാണ്ട് 984 0ത്തിന്റെ കൂടെ 8 കൂട്ടിയാൽ 984 വരും. ഡിവൈഡഡ് ബൈ 8 എടുത്താൽ എനിക്ക് എന്ത് വരുന്നെന്ന് നോക്കേടാ. 0 ആണോ എന്ന് ചെക്ക് ചെയ്തു. അതാണ്ട് ഇവിടെ 8 വരും, കുഴപ്പമില്ല. ഇനി ഇവിടെ 18 വരും. ഇവിടെ ബാലൻസ് 16 ഉണ്ട്. ബാലൻസ് 2 24. കണ്ടോ? റിമൈൻഡർ പിന്നെ 0 പോകുന്നത്. കണ്ടോടാ? അപ്പൊ വൈക്ക് വരാൻ സാധ്യതയുള്ള മാക്സിമം ആയ വിലയെന്ന് പറയുന്നത് 8 എന്ന് കിട്ടി. വൈയുടെ വില എത്ര വന്നേ? 8. അപ്പൊ ഇവിടെ 2 ഗുണം 8. കണ്ടോ? വൈയുടെ വില കിട്ടി. ഇനി ഇവിടെ ആരെ വേണം? നടുക്ക് മൈനസ് കൊടുത്തു. ഇനി എക്സിന്റെ വില കണ്ടുപിടിക്കാൻ ഇനി എന്ത് ചെയ്താൽ മതി? ഇവിടെ നമുക്ക് 11ന്റെ ഡിവിസിബിലിറ്റി അപ്ലൈ ചെയ്യാം. എങ്ങനെ നോക്കും 11ന്റെ ഡിവിസിബിലിറ്റി? ആണ്ടേ 3ഉം 5ഉം 5 കഴിഞ്ഞാൽ 7, 7 കഴിഞ്ഞാൽ വൈയുടെ വില ഇപ്പൊ എത്ര നമ്മൾ കണ്ടുപിടിച്ച മാക്സിമം ആയ വിലയും ഇട്ടുകൊടുത്താൽ മതി. 8. കണ്ടോ? അത് കഴിഞ്ഞു. ഇനി ഇവിടെ അടുത്ത ആരെ ആൾട്ടർനേറ്റ് സം എടുക്കാനുള്ള? എക്സ് 4, പിന്നെ ആരാ ഉള്ള? 9 4. കണ്ടോ? ഇനി നോക്കടാ, 5ഉം 3ഉം 8, 8 7 എത്ര വരൂടാ? 15, 15 8 എത്ര വരൂടാ? 15 8 23.
ഓക്കെ. ഇനി ഇവിടെ ആരുണ്ട്? എക്സ്. ദാ ഇവിടെ 4. 9 4 13, 13 4 17. 17 പ്ലസ് എക്സ് എന്ന് വരും. ദാണ്ടെ -17 പ്ലസ് എക്സ്. ദാ ഇവിടെ ബ്രാക്കറ്റിനകത്ത ബ്രാക്കറ്റ് ഞാൻ അങ്ങ് ഓപ്പൺ ചെയ്താൽ ദാ ഇവിടെ -x എന്നാവും. 23 17 കുറച്ച് എത്ര വരും? 17ഉം 6ഉമാണ് 23. 6 മൈനസ് എക്സ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഇവന്റെ വില ഡിവിസിബിൾ ബൈ 11 ആണെങ്കിൽ ഒന്നുകിൽ 0 വരണം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 11 വരണം, അല്ലെങ്കിൽ 11 വരണം. ഈ ചോദ്യപ്രകാരം 0 ആക്കാനാണോ 11 ആക്കാനാണോ എളുപ്പം? 0 അല്ലേ ആക്കണ്ടേ? എക്സ് ഒരു പോസിറ്റീവായ നമ്പർ അല്ലേ, പോസിറ്റീവായ ഹോൾ നമ്പർ അല്ലേ, എക്സിന് വരാൻ 0 ആക്കുന്നതാണ് എളുപ്പം. അപ്പോൾ എക്സിന് അവിടെ ഏത് വില വരണം? 6. കണ്ടോ? അപ്പൊ എക്സിന്റെ വില ഇവിടെ ആര് വന്നാൽ മതി 0 ആവാൻ? എക്സിന്റെ വില 6 വന്നാൽ 6 മൈനസ് 6 0. അപ്പൊ ഇവിടെ എന്തോ വരും? ഇവിടെ 6 ഗുണം 3. കണ്ടോ? ഇനി പറ അതിന്റെ വില എന്തോ വരും? 6 3 18 പ്ലസ് 8 2 16 മൈനസ് 1. എത്ര വന്നേ? 10 20 28 34 മൈനസ് 1. ആൻസർ എത്രയാ വന്നേ? ഒന്നുകൂടെ നോക്കിക്കോ. 18 10 28 വന്നു. 28 6 34 1 പോയി എത്ര വരൂടാ? 33. കണ്ടോ? ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. കണ്ടോ? ഈ ചോദ്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റാ. ഇത് നിങ്ങൾ പരിചിതമല്ലാത്ത ഒരു ചോദ്യമായിരുന്നെങ്കിൽ പരീക്ഷയ്ക്ക് പെടാപ്പാട് വിട്ടേനെ. കാര്യം ഇത് എങ്ങനെ എന്നുള്ളത് നിങ്ങൾ ആദ്യം ആലോചിക്കണം. ആലോചിച്ചതിന് ശേഷം ചെയ്യണം. ശരി, ഇവിടെ ഈ ഒരു ചോദ്യത്തിനെ പരിചയപ്പെട്ടാൽ ആലോചിക്കാൻ എടുക്കുന്ന സമയം, ക്വസ്റ്റ്യൻ ആരാണെന്ന് മനസ്സിലാക്കാൻ എടുക്കുന്ന സമയം നമുക്ക് കുറയ്ക്കാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. ഓക്കെ ആണോ? അപ്പൊ ആ ചോദ്യം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിനകത്തേക്ക് നോക്കാം. നമ്മുടെ കിടുക്കൻ ചോദ്യം ദാണ്ടെ എന്താണെന്ന് നോക്കേടാ. കിടുക്കനായിട്ടുള്ള ഒരു ചോദ്യം ദാ എന്താന്ന് നോക്കേ. ചോദ്യം എന്ന് പറയുന്നത് ഇതാ: വാട്ട് ഈസ് എ ലീസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് വിത്ത് 15 18 ആൻഡ് 36 ഒരേ സമയം 15 കൊണ്ടും 18 കൊണ്ടും 36 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഖ്യ. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരണം? 9 വരണം. അതേ ആ 9 റിമൈൻഡർ വരണം ഈ 3 പേരെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. ആ 9 വരുന്ന ഏതോ ഒരു സംഖ്യ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0യും കിട്ടണം. ആൻഡ് ഈസ് ഡിവിസിബിൾ ബൈ 11 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പെർഫെക്റ്റ്ലി ഡിവിസിബിൾ ബൈ 11. ദാറ്റ് മീൻസ് റിമൈൻഡർ 0 എന്ന ഏതാകും ആ നമ്പർ എന്നാണ് അറിയേണ്ടത്. ഞാൻ ഈ ചെയ്യുന്ന വഴി പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇവന്മാരുടെ LCMനെ കണ്ടുപിടിക്കുക. ആരുടെ? ഈ പറയുന്ന 15 18 എത്രയാ 36ന്റെ LCM എത്രയാണെന്ന് നോക്കുക. 180. മക്കളെ, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ LCM അറിയില്ലായിരിക്കും. എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. 15 എഴുതുക, 18 എഴുതുക, 36 എഴുതുക. 3 പേരെയും ഒരുപോലെ വെട്ടാൻ സഹായിക്കുന്ന ഏതെങ്കിലും ഒരു സംഖ്യ ഉണ്ടോ എന്ന് നോക്ക്. ഉണ്ടോടാ? ഉണ്ടോ? താണ്ടേ നമുക്ക് അവിടെ 3 കൊണ്ട് എല്ലാവരെയും വെട്ടാം. താണ്ടേ ആ 3 കൊണ്ട് വെട്ടാനെന്നുള്ള രീതിയിൽ ഞാൻ 3 ഗുണമെന്ന് എഴുതിയിട്ട് 3 കൊണ്ടങ്ങ് വെട്ട്. അപ്പൊ ഇത് 5 വരും. 3 കൊണ്ട് വെട്ട്, ഇവിടെ 6 വരും. 3 കൊണ്ട് വെട്ട്, ഇത് 12 വരും. ഇനി 3 പേരെയും വെട്ടാൻ പറ്റുമോ? ഇല്ല. പക്ഷെ 2 പേരെ വെട്ടാം. ആരെയൊക്കെ? 6നെയും 12നെയും. എത്ര കൊണ്ട് വെട്ടാടാ? എത്ര കൊണ്ട് വെട്ടാം? ഒരു 3 കൊണ്ട് അങ്ങ് വെട്ടാം. ശരിയല്ലേ? വെട്ട് 3 കൊണ്ട്. അപ്പൊ എത്ര വരൂടാ? ഇവിടെ 2 വരും. വെട്ട് 3 കൊണ്ട് ഇത് എത്ര വരൂടാ? 4 വരും. ഇനിയും ഇവിടെ അവശേഷിക്കുന്നത് എത്ര സംഖ്യ? 3 സംഖ്യ ഉണ്ട്. ഇതിൽ 3 പേരെയും വെട്ടാൻ പറ്റില്ല. പക്ഷെ 2 പേരെ വെട്ടാം. ആ 2 പേരെ വെട്ടിയാൽ മതി. ഇതാ ഈ 2ഉം 4ഉം. എത്ര കൊണ്ട് വെട്ടാടാ? 2 കൊണ്ട് വെട്ടാം. വെട്ടടാ 2 കൊണ്ട്. അപ്പൊ ആൻസർ എത്ര വരൂടാ? 2 കൊണ്ട് വെട്ടിയാൽ ഇത് 1 ആകും. ഇത് 2 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 2 ആകും. ഇനി പറ, ഇനി 1 വന്നാൽ പിന്നെ ഇവനെ അങ്ങ് പരിഗണിക്കണ്ട, അവനെ വിട്ടേരെ. ഇനി അവശേഷിക്കുന്ന സംഖ്യകൾ ആരൊക്കെയാ? 5 ഉണ്ട്, 2 ഉണ്ട്. വെട്ടി ചെറുതാക്കാൻ പറ്റുമോ ഇവന്മാരെ? ഇല്ല എന്നാണെങ്കിൽ ആ അവശേഷിക്കുന്ന സംഖ്യകളെ കൂടി ഇതിന്റെ കൂടെ അങ്ങ് എഴുതി ചേർത്താൽ മതി. ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്താൽ മതി? മൊത്തത്തിൽ ഒന്ന് ഗുണിക്കേ. 5 ഗുണം 2 10, 10 ഗുണം 2 20, 20 3 60, 60 ഗുണം 3 180. കണ്ട? ഈ മെത്തേഡിനെ വിളിക്കുന്ന പേരെന്ന് പറയുന്നതാണ് സ്ലാഷ് മെത്തേഡ്. ഇതങ്ങനെ ആരും ഉപയോഗിക്കുന്ന മെത്തേഡല്ല. ഇതെന്റെ സ്വന്തം മെത്തേഡാ. ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഏത് ചോദ്യങ്ങളാണെങ്കിലും നിസ്സാരമായിട്ട് LCM കണ്ടുപിടിക്കാൻ ഒരു തെറ്റും കൂടാതെ നിങ്ങളെ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഈ സ്ലാഷ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ LCM കിട്ടി. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. ഈ കിട്ടുന്ന LCMന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? 180 എന്ന് പറയുന്ന സംഖ്യയെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 വരും. 180 എന്ന് പറയുന്ന സംഖ്യയെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 വരും. 36 എന്ന സംഖ്യയെ 180നെ 36 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 വരും. അതായത് LCM ആകുന്നതായ ഈ 3 പേരുടെ സംഖ്യ ഈ പറയുന്ന 180 എന്ന് പറയുന്നത് റിമൈൻഡർ 0 തരുന്ന ആളാണ്. അവർ ചോദ്യത്തിൽ പറയുന്നത് എന്താ? റിമൈൻഡർ 9 ആകണം. അതിനർത്ഥം എന്താ? ഈ LCM ആകുന്ന ആളിനോടൊപ്പം ഒരു 9 കൂട്ടിയതിന് ശേഷം ഈ 5 കൊണ്ടും 15 കൊണ്ടും 18 കൊണ്ടും 36 കൊണ്ടും ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ആൻസർ ഓട്ടോമാറ്റിക്കലി റിമൈൻഡർ എന്തിനെ തരും? 9 തരും. ഇപ്പൊ ഞാൻ കാര്യം എന്താന്ന് പറഞ്ഞാൽ മനസ്സിലായി. LCM കണ്ടുപിടിക്കണം, അതിൻ്റെ കൂടെ 9 കൂട്ടണം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഈ LCM ആകുന്ന 180 എന്ന് പറയുന്ന ആള് ഇവിടെ റിമൈൻഡർ 0 തരും.
ശരിയാ, സമ്മതിച്ചു. ഇവിടെ റിമൈൻഡർ 0 കിട്ടും. ഇനി എന്റെ ഏറ്റവും അടുത്തൊരു ചോദ്യം, ഈ 180 കഴിഞ്ഞാൽ മറ്റൊരു സംഖ്യ 15 കൊണ്ടും 18 കൊണ്ടും 36 കൊണ്ടും 0 എന്ന റിമൈൻഡർ തരണം ഡിവൈഡ് ചെയ്യുമ്പോൾ എന്നാണെങ്കിൽ ആ സംഖ്യ ആരായിരിക്കും? 180ന്റെ ഗുണിതങ്ങളായ ആളുകളായിരിക്കും. അതാരായിരിക്കും ഇവിടെ? 180ന്റെ അടുത്ത ഗുണിതം 180 ഗുണം 2. 180 ഗുണം 2 അതായിരിക്കും 0 തരുന്ന അടുത്ത സംഖ്യ. അത് കഴിഞ്ഞ അടുത്ത സംഖ്യ ആരായിരിക്കും? 180 ഗുണം 3. അടുത്ത സംഖ്യ ആരായിരിക്കും? 180 ഗുണം 4. ഇങ്ങനെ അങ്ങ് പോകും. ശരി, ഈ ഒരു കാര്യം പഠിച്ചോ. അപ്പൊ അതാ ഈ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ട് പറയാനുണ്ട്. നിലവിൽ നമുക്ക് കിട്ടിയ സംഖ്യ 180 പ്ലസ് 9. പക്ഷേ ഈ 180 പ്ലസ് 9 എന്ന് പറയുന്ന സാധനത്തിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അതിന് ആദ്യം ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? 180ന്റെ കൂടെ 9 കൂട്ടുന്നു, ദാണ്ടെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എടാ 180നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര വരൂടാ? റിമൈൻഡർ എന്ന് പറയുന്നത് എത്ര വരൂടാ? ആലോചിച്ച് നോക്കിയിട്ട് പറയണം. 180നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര വരും? ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. 180 പ്ലസ് 9 ഡിവൈഡഡ് ബൈ 11. 180നെ 11 അറിയാം നിങ്ങൾക്ക്, ഈ നടുക്ക് കിടക്കുന്ന പ്ലസ്സാ. 180നെയും 11 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 9നെയും 11 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ ആണോ? 9നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 9 ഇറ്റ്സെൽഫ്, മാറ്റമൊന്നുമില്ല. 11ൽ താഴെയുള്ള സംഖ്യ, അതുകൊണ്ട് 9 തന്നെ ആയിരിക്കും റിമൈൻഡർ. ഇനി 180 ആകുമ്പോഴോ 11 വരും, ബാലൻസ് എത്ര ഉണ്ട്? 70. 6 തവണ വരും, ബാലൻസ് എത്ര ഉണ്ട്? റിമൈൻഡർ 4 വരും. ശരിയാണോ? നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ കൂട്ടുമ്പോൾ 11 അല്ലെങ്കിൽ 11ന്റെ ഗുണിതം വരുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ മാറ്റുക എന്നുള്ളതാ ചെയ്യേണ്ടത്. ഇനി എന്താണെന്ന് പറഞ്ഞുതരാം. ഇത്രയും കാര്യം പിടികിട്ടിയോ? അതായത് 189ന്റെ റിമൈൻഡർ എന്ന് പറയുന്നത് എത്ര വരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് നോക്കിക്കോണേ. ഇതാണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് 180 പ്ലസ് 9 എന്നാണ് പരിഗണിക്കുന്നതെങ്കിൽ ഇതിന്റെ റിമൈൻഡർ എത്ര വരും 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ? എന്താ പറഞ്ഞേ? 180 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ 15ഉം 18ഉം 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 9 തന്നെ വരുന്നുണ്ട്. ഇനി ഇവൻ എന്താകണം? 11 കൊണ്ട് ഡിവിസിബിൾ ആകണം. അങ്ങനെ ആകുന്ന ഏറ്റവും ചെറിയ ആളാരാണെന്നാ കണ്ടുപിടിക്കേണ്ടത്. നിലവിൽ ഇത് ഡിവിസിബിൾ ബൈ 11 ആണോ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ റിമൈൻഡർ 0 അല്ലേ വരണ്ടേ? ഇവിടെ റിമൈൻഡർ എത്ര വരും? 180 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ റിമൈൻഡർ 4 വരും. 9 കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിമൈൻഡർ എത്ര തന്നെ വരും? 9. അതായത് ഇനി നമ്മൾ എന്ത് ചെയ്യണം? 4ഉം 9ഉം കൂടെ കൂട്ടണം. 9ഉം 4ഉം എത്ര വരും ഇവിടെ? 13. 13നകത്ത് നിന്ന് 11 മാറ്റിയാൽ ബാലൻസ് എത്ര ഉണ്ട്? റിമൈൻഡർ 2. കണ്ടോ? ഇവിടെ റിമൈൻഡർ 0 എപ്പോ വരുന്നോ അവിടെ വരെ നമ്മൾ ചെയ്യണം. പറഞ്ഞ പിടി കിട്ടിയോ? ആ രീതിയിൽ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് 9, 4, 13, 11ന്റെ ഗുണിതം വരുന്നത് വരെ നോക്കിയിരുന്നാലും മതി. തൽക്കാലം ഞാൻ ഈ പറഞ്ഞ കണക്കോലെ ചെയ്യും, ഈ ഒരു രീതി ചെയ്താലും മതി. ഇനി ഞാൻ പറഞ്ഞു 180ന്റെ അടുത്ത ഗുണിതം ആരാണോ അത് 2. കണ്ടോ? പ്ലസ് 9. അവിടാണ് എന്ത് കിട്ടുക? ഇനി ഈ ഒരു നമ്പറിന് മാത്രമേ ഈ പറയുന്നതായിട്ടുള്ള 9 റിമൈൻഡർ തരാൻ പറ്റൂ. 15ഉം 18ഉം 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കണ്ടോ? 180ന്റെ അടുത്ത ഗുണിതത്തിനോടൊപ്പം 9 കൂട്ടിയാൽ മതി. 180ന്റെ ഗുണിതത്തിന്റെ പ്രത്യേകത എന്താ? 15ഉം 18ഉം 36 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരുന്നത്. പിടികിട്ടിയോ? ഇനി ഇവന്റെ റിമൈൻഡർ എത്ര വരുമെന്ന് അറിയണ്ടേ? 180ന്റെ റിമൈൻഡർ 4 ആണെങ്കിൽ ഗുണം 2, 4 ഗുണം 2 എത്ര വരും? 8 ആണോടാ? 4 ഗുണം 2 എത്ര വരും? 8. ഇവിടെ 9 തന്നെ. അപ്പൊ 8ഉം 9ഉം കൂടെ കൂട്ടുമ്പോ എത്ര വരും? 8ഉം 9ഉം കൂടെ കൂട്ടുമ്പോ എത്ര വരും? 17. അപ്പൊ റിമൈൻഡർ എത്ര വരും? 11 കഴിച്ചുള്ള ബാലൻസ് 6 വരും. കണ്ടോ? 11 കഴിച്ചുള്ള 6 വരും. കണ്ടോ? അപ്പം 4 റിമൈൻഡർ ആയിട്ട് വരും 180ന്റെ. 4 ഗുണം 2 8. ഇവിടെ 9 ഉണ്ട്. അപ്പൊ അതങ്ങ് കൂട്ടുക. 4 ഗുണം 2 8. 8 9 എത്ര വരും? 17. 11ന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 17 വരുന്നത്? 6 കൂട്ടുമ്പോൾ. കണ്ടോ കാര്യം കഴിഞ്ഞേ? ഇനി 180 ഗുണം 3 പ്ലസ് 9. ഇവിടെ 180 ആണെങ്കിൽ അവിടുത്തെ റിമൈൻഡർ എത്രയാ വരിക? ഞാൻ പറഞ്ഞു 4 വന്നേ. 4 4 ഗുണം 3 12. 12 9 21. ശരിയാണോ? 12 9 21. 11 കഴിഞ്ഞാൽ 21 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര കൂടുതലാ? റിമൈൻഡർ അപ്പൊ 10 മാറി. കണ്ടോ? റിമൈൻഡർ എത്രയായി? 10 മാറി. ഇനി അടുത്ത 180ന്റെ ഗുണിതം. ഇത് ഇത്തിരി പറയാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ, ചെയ്യാൻ എളുപ്പമാണ്. 180 ഗുണം 4 പ്ലസ് 9 നമുക്കറിയാം. എന്താ? താണ്ടേ 180ന്റെ റിമൈൻഡർ 4, 4 16, 16 9 25. 25 എന്ന് പറയുന്നത് 11ന്റെ ഗുണിതമല്ല. 11 കഴിച്ച് ബാലൻസ് ആയിട്ട് അവിടെ എത്ര ഉണ്ട്? 11ന്റെ ഗുണിതമാകുന്ന 22 കഴിച്ചിട്ട് ബാലൻസ് അവിടെ എത്ര ഉണ്ടെന്ന് നോക്കടാ. 22 കഴിഞ്ഞാൽ 3 കൂട്ടേണ്ടി വരും. കണ്ടോ? ഇനി അടുത്തത് 180 ഗുണം 5 പ്ലസ് 9. അപ്പൊ എങ്ങനെ നോക്കണം? താണ്ടെ ആലോചിച്ചോ. ഇവിടെ 180 ആണ്, റിമൈൻഡർ 4. 4 ഗുണം 5 20, 29. 22 കഴിഞ്ഞാൽ എത്ര കൂട്ടി അവിടെ?
22 കഴിഞ്ഞ് എത്ര കൂട്ടി? 22 കഴിഞ്ഞ് 22 7 29. കണ്ടോ? ഇനി 180 ഗുണം 6 പ്ലസ് 9 ഈക്വൽ ടു എത്ര വരൂടാ? താണ്ടേ 4 6 4 24 24 9 എത്ര വരൂടാ? 33. അതായത് റിമൈൻഡർ 0 വന്നു. കണ്ടോ? കൂട്ടുമ്പോൾ ഒന്നുകിൽ ഈ റിമൈൻഡർ 0 വരണമെന്ന് വിചാരിക്കാം, ഒന്നുകിൽ റിമൈൻഡർ 0 വരണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്ത് വിചാരിച്ചാൽ മതി? കൂട്ടുമ്പോൾ കിട്ടുന്നത് മൾട്ടിപ്പിൾ ഓഫ് എന്തായിരിക്കണം? 11 ആയിരിക്കണം എന്ന് വിചാരിച്ചാൽ മതി. ഇവിടെ 4 180 കൊണ്ട് ചെയ്യുമ്പോൾ റിമൈൻഡർ 4 9 4 എത്ര വന്നു? ഇത് 13 വന്നു. ഇത് 11ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇവിടെ റിമൈൻഡർ 180ന് 4 4 ഗുണം 2 8 8 പ്ലസ് 9 എന്ന് പറയുമ്പോൾ 17. ഇതെന്തല്ല? 11ന്റെ ഗുണിതമല്ല. ഇവിടെ 4 ഉണ്ട്. 4 ഗുണം 3 12 9 എത്ര വരും? 21. 11ന്റെ ഗുണിതമല്ല. 180 4 4 16 16 പ്ലസ് 9 എന്ന് പറയുമ്പോൾ എത്ര വരും? 25. 11ന്റെ ഗുണിതമല്ല. 180 കണ്ടോ? 4 4 29 11ന്റെ ഗുണിതമല്ല. ഇനി 180 ഗുണം 6 പ്ലസ് 9 കണ്ടോ? 180 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 4 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ഗുണം ഈ 6 എടുത്തേക്കണം. 6 4 24 24 പ്ലസ് 9 എന്ന് പറയുമ്പോൾ എത്ര വന്നു? നമ്പർ 33 വന്നു. 33 എന്ന് പറയുന്നത് എന്താണ്? 33 എന്ന് പറയുന്നത് എന്താണ്? ഡിവിസിബിൾ ബൈ 11 ആണ്. അതുകൊണ്ട് നമുക്ക് എടുക്കേണ്ട സംഖ്യ ഈ പറയുന്ന 6 കണ്ടോ? ആ 6 വെച്ചിട്ട് ഈ 180 ഈ ഒരു സംഖ്യയാണ് നമുക്ക് വേണ്ടത്. ഇത് ഇത്രയും കൂടെ അങ്ങ് ഗുണിച്ചങ്ങ് എടുത്താൽ മതി. എത്ര വരൂടാ? 180 ഗുണം 6 18 ഗുണം 6 എത്ര? 18 5 90. 90 ഒരു 18 കൂടെ കൂട്ടുമ്പോഴത്തേക്ക് 108 വരും. കണ്ടോ? അതായത് 10 80 പ്ലസ് 9 ആൻസർ എത്ര വരും? 108 9 1089. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. മക്കളെ, ഞാൻ ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു തരാൻ ആവശ്യത്തിൽ കൂടുതൽ സമയം എടുത്തിട്ടുണ്ടാവും. പക്ഷെ വളരെ നിസ്സാരമായിട്ട് മനസ്സിലാകുന്നതായ കാര്യങ്ങളെ ഇതിലുള്ളൂ. കോൺസെപ്റ്റിന് സമയം എടുത്തിട്ടുണ്ടാകും, പക്ഷെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തുള്ളൂ. ഓക്കെ ആണോ? ഇനി ഇതിനേക്കാൾ കിടിലനായിട്ടുള്ള ഒരു ചോദ്യം വളരെ നിസ്സാര സമയം കൊണ്ട് ഞാൻ സോൾവ് ചെയ്ത് തരാം. ചോദ്യം ഇതാണ്: സം ഓഫ് എ 3 ഡിജിറ്റ് നമ്പർ. എന്താ? താണ്ടേ ABC എന്ന് പറയുന്നത് ഒരു 3 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ ഈ ABC കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? താണ്ടേ 100 A പ്ലസ് കണ്ടോ, 10 B പ്ലസ് C കണ്ടോ, 10 10 100 ഇങ്ങനെ കൂട്ടി വേണം ABC എന്ന് പറയാൻ. ഇനി എന്താ അടുത്തത്? താണ്ടേ ഇതേപോലെ അവർ പറയുകയാണ് CAB. ഏതാ നമ്പർ? CAB. അപ്പൊ എന്താ ചെയ്യേണ്ടത്? താണ്ടേ 100 A പ്ലസ് കണ്ടോ, 100 A അല്ലല്ലോ, എയുടെ സ്ഥാനത്ത് അവിടെ ആരാ? C ആ കിടക്കുന്നത്. 100 C പ്ലസ് 10 A പ്ലസ് B കണ്ടോ. ഇനി എന്താ ഉള്ളത്? അവിടെ BCA ഉണ്ട്. അവിടെ ആരാ ഉള്ളത്? BCA എന്ന് പറഞ്ഞാൽ എന്താ വേണ്ട? എഴുതണ്ട എങ്ങനെയാ? 100 B പ്ലസ് 10 C പ്ലസ് ആരെന്നാ എടുക്കണ്ടേ? A എന്ന് എടുക്കണം. ഇവരെ 3 പേരെയും കൂട്ടുക, ഇവരെ 3 പേരെയും കൂട്ടുക എന്നാ ചോദ്യം പറയുന്നത്. ശരിയല്ലേ? അപ്പൊ ഏകൾ കൂട്ട് 100 10 താണ്ട ഒരു A. അപ്പൊ എത്ര വന്നടാ? 111 A പ്ലസ് ദാണ്ട് ഇവിടെ ഒരു ബി, ദാണ്ടേ ഇവിടെ ഒരു ബി, ദാണ്ട് ഇവിടെ ഒരു ബി. എത്ര ആയടാ? ദാണ്ടേ 111 B പ്ലസ് ദാണ്ട് ഇതൊരു സി, ദാണ്ട് ഇതൊരു 100 C, ദാണ്ട് ഇവിടെ ഒരു 10 C, 111 C. കണ്ടോ? ഇത് ഇത്രയും കൂടെ വരിക. ഇവിടെ ആരെ കോമൺ എടുക്കാം? 111നെ കോമൺ എടുക്കാം. ആൻസർ A പ്ലസ് B പ്ലസ് C വരും. അതിനർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A പ്ലസ് B പ്ലസ് C ഇൻറ്റു 11 എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? A പ്ലസ് B പ്ലസ് C ഈസ് എ ഫാക്ടർ. അതുകൊണ്ട് ഓപ്ഷൻ A വരില്ല നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരവായിട്ട്. ശരിയാണോ? ശരിയാണോ? ഇനി പറ, ഈ പറയുന്ന സം ഓഫ് ഡിജിറ്റ്സ് 111ന്റെ സം ഓഫ് ഡിജിറ്റ്സ് എത്ര വരും? സം എടുത്താൽ ഇറ്റ് ഈസ് 3 വരും. ദാറ്റ് ഈസ് 111ന്റെ ഫാക്ടറിൽ 3 ഉണ്ട്. അതുകൊണ്ട് ഇറ്റ് ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 3. സോ 3 ഈസ് എ ഫാക്ടർ. സോ ആൻസർ 3 വരില്ല. ഇനി പറ, 111ന് മറ്റേതൊക്കെ ഫാക്ടറുകൾ ഉണ്ട്? 111 എന്ന് പറഞ്ഞാൽ 37 ഗുണം 3 ആണ് 111. ശരിയാണോ? 37 ഗുണം 3. അതിന്റെ അർത്ഥം എന്താ? 3 ഒരു ഫാക്ടർ ആണെങ്കിൽ 37 ഫാക്ടർ ആണ്. സോ ഓപ്ഷൻ ബി വരില്ല. ഇനി ചോദ്യം എന്താ പറയുന്നത്? വാട്ട് ഈസ് നോട്ട് എ ഫാക്ടർ എന്നാ ചോദിക്കുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ, 31. മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഞാൻ വളരെയേറെ കഷ്ടപ്പെട്ട് ഏകദേശം 10ഓളം വരുന്നതായിട്ടുള്ള എക്സാംസുകൾ ഇതിനു മുമ്പ് നടത്തിയത് പരിഗണിച്ച് അതിൽ നിന്ന് ടോപ്പ് മോസ്റ്റ് ആയിട്ട് ALP പരീക്ഷയ്ക്കാകട്ടെ, CGL പരീക്ഷയ്ക്കാകട്ടെ, RRBയുടെ JE പരീക്ഷയ്ക്കാകട്ടെ, അല്ല കോമ്പറ്റേറ്റീവ് ലെവല് എന്നുള്ള രീതിയിൽ മറ്റ് ബാങ്ക് പരീക്ഷകളാകട്ടെ, എല്ലാത്തിനും ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങളിലേക്ക് തന്നെ. വളരെ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. പഠിക്കാൻ സമയമെടുക്കും, പഠിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാൻ വളരെ കുറച്ച് സമയം മതി. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി. കൂടുതൽ വീഡിയോ നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ വളരെ വിലയേറിയതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും വേണം. ഓക്കെ, സോ ഇന്നത്തേക്ക്
വിടവാങ്ങുന്നു. നന്ദി.